സുഹൃത്തുക്കളെ കേൾക്കാലോ. ഈ ഇടതും വലതും എന്ന ഒരു വിഷയം, ഇടതും വലതും എന്ന വിഷയത്തിൽ ഞാനിപ്പോൾ ഇത് തുടർച്ചയായിട്ട് മൂന്നാമത്തെ പ്രസംഗം എന്ന് പറയാം. മുൻപ് പറഞ്ഞിട്ടുള്ള രണ്ട് ഭാഗങ്ങളെ കുറിച്ചിട്ട് പല പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. അതിൽ രണ്ടു തരം പ്രതികരണങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അത് ഒരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞ ശേഷം വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഈ വിഷയം തന്നെ, ഇന്നത്തെ വിഷയം തന്നെ കുറച്ച് സാമാന്യം ദീർഘമായിട്ട് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാതെ നേരെ വിഷയത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കണം. ഇത് ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു 2019 നടത്തിയിട്ടൊരു ലിറ്ററേച്ചർ സെർച്ചിനെ കുറിച്ചിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1935 ശേഷം 1318 ഗവേഷണ പ്രബന്ധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 72% വന്നിട്ടുള്ളത് 2005 2019 എടുക്കാം. എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന വിഷയം സമീപകാലത്ത് ഒരു അക്കാഡമിക് ലോകം കാര്യമായി ശ്രദ്ധിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നൊരു വിഷയമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ വിഷയങ്ങളിൽ മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇടതുപക്ഷ വീക്ഷണം നമ്മൾ പറഞ്ഞാൽ സമത്വവും സാമൂഹ്യ പുരോഗതിയും ഉയർത്തിപ്പിടിക്കുന്നത്, അതിനാണ് നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഒരു അർത്ഥത്തിൽ ഞാൻ ഈ വിഷയം ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സമീപകാലത്ത് കേരളത്തിൽ സ്വാതന്ത്ര്യചിന്താ രംഗത്ത് വന്നിട്ടുള്ള ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഇടതുപക്ഷം വലതുപക്ഷം ഒന്നുമില്ല, അതൊക്കെ കാലഹരണപ്പെട്ട ഒരു സംഭവമാണ് എന്നൊരു വാദം സമീപകാലത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്ന് പറയേണ്ടത് അത്യാവശ്യമാണെന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് ഞാൻ ഈ വിഷയം ആവർത്തിച്ച് പറയും. കാരണം എന്താ വെച്ചാൽ, ഇത് പറയുന്നത് എപ്പോഴും വലതുപക്ഷക്കാരൻ. ഇന്നില്ല, ഇടതുപക്ഷം വലതുപക്ഷമൊന്നുമില്ല, പുരോഗമന പക്ഷവും അല്ലെങ്കിൽ യാഥാസ്ഥിതിക പക്ഷമൊന്നുമില്ല, എല്ലാ പക്ഷങ്ങളും അങ്ങനെ പക്ഷങ്ങളില്ല എന്ന് പറയുന്ന ഇൻവേരിയബിളി വലതുപക്ഷക്കാർ അവരാണ് പറയുക. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു തരം നറേറ്റീവ് നിർമ്മിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യചിന്താ രംഗത്തിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ആരാണിത് പറഞ്ഞത്, എനിക്കൊന്ന് കണ്ണൻ പറഞ്ഞപ്പോഴാണ് തോന്നുന്നു. അതായത് നമ്മളൊരു നേതാവ് പറഞ്ഞാൽ പിന്നെ അതങ്ങ് സ്വീകരിക്കാം. നമ്മളൊരു നേതാവിനെ സ്വീകരിക്കുക, പിന്നെ ആ നേതാവ് പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് പോവുക. അതാണ് എല്ലാ ചിന്താരംഗത്തും, സ്വതന്ത്ര ചിന്താരംഗത്തും ചിന്തയില്ലാത്ത രംഗത്തും ഒക്കെ നടക്കുന്ന കാര്യം. അതെങ്ങനെയാ വെച്ചാൽ അതങ്ങ് വെറുതെ പറഞ്ഞാൽ മതി. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഇല്ല എന്നാ. അതിൻ്റെ പിന്നാലെ ചെന്ന് ഇത് ശരിക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെയാണോ ലോകത്ത് നടക്കുന്നത്, ഇതിനെപ്പറ്റി വല്ല പഠനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നൊരു ശീലം സ്വതന്ത്ര ചിന്തകർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ റെഫറൻസ് കൊടുത്തുകൊണ്ട് ഓരോന്നും പറഞ്ഞ് ഇങ്ങനെയല്ല ലോകത്ത് ഇങ്ങനെയല്ല നടക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തകൾ നടക്കുന്നുണ്ട്, അതിന് പ്രസക്തി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ ലിറ്ററേച്ചർ സെർച്ചിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഈ അതിലെ വാചകം ഇതാണ്, അതായത് ഈ ലെഫ്റ്റിസ്റ്റ് ആൻഡ് റൈറ്റിസ്റ്റ് ഡൈവേർജ് ഫ്രം വൺ അനദർ ഇൻ ടേംസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളിൽ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും തമ്മിലുള്ള ആൾക്കാരിൽ വ്യത്യാസങ്ങളുണ്ട്. അതൊന്ന് വ്യക്തിത്വ സവിശേഷതകൾ തമ്മിൽ, അതായത് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് സ്റ്റൈൽസ്, മോട്ടിവേഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് കൺസേൺസ്, മാനസിക ചോദനകളും ജാഗ്രതകളും വ്യത്യസ്തമാണ്. പ്രയോറിറ്റൈസേഷൻ ഓഫ് പേഴ്സണൽ വാല്യൂസ്, വൈയക്തിക മൂല്യ പരിഗണനകൾ വ്യത്യസ്തമാണ്. ന്യൂറോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, മസ്തിഷ്ക ഘടനയിലും ശാരീരിക പ്രവർത്തനത്തിലും ഇടതുപക്ഷവും വലതുപക്ഷത്തിലുള്ള ആൾക്കാരിൽ വ്യത്യാസം. അപ്പോൾ ഈ 5 വിഷയങ്ങളെ ചിലതൊക്കെ നമ്മൾ നേരത്തെ 2 ഭാഗങ്ങളായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ 5ാമതായിട്ട് പറഞ്ഞു വന്ന ഒരു വിഷയമുണ്ട്, ന്യൂറോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. മസ്തിഷ്ക ഘടനയിലും ശാരീരിക പ്രവർത്തനത്തിലും ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു വിഷയം മാത്രമാണ് ഇന്ന് പറയാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞതാണ്, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2 നൂറ്റാണ്ടിൽ അധികമായിട്ട് ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി വർഗീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രക്റ്റാണ് ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ളത്. ഈ പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വിജ്ഞാനശാഖ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ വിഭജനത്തിൻ്റെ സാങ്കത്യത്തെ, ഈ 2 തരം രാഷ്ട്രീയ മനോനിലകളുടെ അടിസ്ഥാന പ്രക്രിയയെ, അതിനെക്കുറിച്ചിട്ടൊക്കെ പുതിയ ഉൾക്കാഴ്ചകൾ ഈ പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ് എന്ന പുതിയ വിജ്ഞാന ശാഖയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആശയം ഒരു മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്. ഇത്രയും പഠനങ്ങളിൽ നിന്ന് ലിബറൽസ് ആൻഡ് കൺസർവേറ്റീവ്സ് ഡിഫർ ഇൻ ടേംസ് ഓഫ് അൺകൺട്രോൾഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ടു സ്റ്റിമുലൈ, ബ്രെയിൻ ഫങ്ഷൻ ആൻഡ് ഈവൻ സ്റ്റാറ്റിക് ബ്രെയിൻ അനാട്ടമി. 3 കാര്യങ്ങളാണ്.
ഉദ്ദീപനങ്ങളോടുള്ള അനിയന്ത്രിത ശാരീരിക പ്രതികരണങ്ങളുടെ കാര്യത്തിൽ, മസ്തിഷ്ക പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ, അതിലുപരി മസ്തിഷ്ക ഘടനയുടെ കാര്യത്തിൽ, ഇതൊക്കെ തന്നെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ 3 കാര്യങ്ങളിലും ഉള്ള വ്യത്യാസങ്ങളെ കുറിച്ചിട്ട് കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടിനകത്ത്, അല്ലെങ്കിൽ 21 നൂറ്റാണ്ടിന്റെ 2000 ഈ കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ടിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളിൽ ഏതാനും ചിലതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള റെഫറൻസ് തരുന്നുണ്ട്. ഇത് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയമോ അത് ശരിയോ തെറ്റോ നോക്കിയിട്ടുണ്ടെങ്കിൽ റെഫറൻസ് നേരെ പോയി വായിച്ചാൽ മതി. അത് ചിലപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു വ്യക്തത കുറവൊക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ടു സ്റ്റിമുലൈ. ഇത് വാസ്തവത്തിൽ ഒരു സയൻസ് ക്ലാസ് ആണ് കേട്ടോ. കുറച്ചൊരു ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ പിടിവിട്ടു പോകും. തുടർച്ചയായിട്ട് ഇങ്ങനെ പിന്നാലെ പോകുന്ന കാര്യമാണ്. നമുക്കൊരു വളരെ രസിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉദ്ദീപനങ്ങളോടുള്ള ശാരീരിക പ്രതികരണങ്ങളിൽ ലിബറൽസും കൺസർവേറ്റീവ്സും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. ആ പേപ്പർ ഇതാണ്. ആ പേപ്പർ 2008 സയൻസ് എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ജേണലിൽ പ്രസിദ്ധീകരിച്ചാണ്. നേരത്തെ കാണാൻ പറഞ്ഞ പോലെ ഏത് ജേണലാണ് പ്രസിദ്ധീകരിച്ചെന്നുള്ളത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജേണലിൻ്റെ പേരും എടുത്തു പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് നെബ്രാസ്ക ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്നാണ്. ഡഗ്ലസ് ഓക്സ്ലിയും സഹപ്രവർത്തകരുമാണ് ഈ ഗവേഷണ പഠനത്തിന്റെ ഓതേഴ്സ്. തലക്കെട്ടിതാണ് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ് വേരി വിത്ത് ഫിസിയോളജിക്കൽ ട്രേറ്റ്സ്. പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് വേരി വിത്ത് ഫിസിയോളജിക്കൽ ട്രേറ്റ്സ്. ആ പഠനത്തിന്റെ അബ്സ്ട്രാക്ട് ഞാൻ പൂർണ്ണമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ചുരുക്കി മാത്രമേ ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറയാം. പഠനം നടന്ന അമേരിക്കയിലാണ്. 2008 പഠനം പബ്ലിഷ് ചെയ്യുന്നത്. 2007 പഠനം നടക്കുന്നത്. സഡൻ നോയ്സസ്, ത്രെട്ടനിങ് ഇമേജസ്, പെട്ടെന്നുള്ള ശബ്ദങ്ങൾ, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, ഇവയോടുള്ള മനുഷ്യരുടെ ശാരീരിക പ്രതികരണമാണ് ഇവർ പഠിക്കുന്നത്. ഉദ്ദീപനങ്ങൾ നമുക്കറിയാം സിമ്പതറ്റിക് സിസ്റ്റത്തിനെയാണ് ഉദ്ദീപിപ്പിക്കുക. ഈ രീതിയിലുള്ള ഉദ്ദീപനങ്ങൾ, അതായത് ഞെട്ടിക്കുന്ന, പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം 2 ഭാഗമാണ്, സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞിട്ട്. അതിന് 2 ഭാഗമാണ് ചിത്രത്തിലെ കാണിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ കാം എന്ന് എഴുതിയിട്ടുള്ള ആ ഭാഗമാണ് പാരാസിമ്പത്തറ്റിക്, ഈ സൈഡിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിമ്പത്തറ്റിക് സിസ്റ്റം. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പൊരുതാനോ ഓടി രക്ഷപ്പെടാനോ ശരീരത്തെ സജ്ജമാക്കുന്ന ആ സിസ്റ്റത്തിനാണ് നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് അല്ലെങ്കിൽ സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. ഒരു ചിത്രം കൂടി ഞാൻ ഇവിടെ കാണിക്കാം. ഒരു പാമ്പ് പിന്നാലെ പോകുന്നു, ഒന്ന് മറ്റേ റെസ്റ്റ് എടുക്കുന്നു. ഇത് രണ്ടും ബാലൻസിലാണ് പോണത്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ 2 ഭാഗങ്ങളാണിത്. റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സിസ്റ്റം കാമായിട്ടുള്ള, ഭക്ഷിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രവർത്തനക്ഷമമാവെന്ന് പറയാം. അതായത് മറ്റേ സമയത്ത് നമ്മൾ പാമ്പ് പിന്നാലെ വരുന്നു, ഓടുന്നു, നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഒരു ഘട്ടത്തിൽ ഇതൊന്നും നമുക്ക് പ്രസക്തമല്ല. പ്രത്യുൽപാദനം പ്രശ്നമല്ല, ദഹനം പ്രശ്നമല്ല, ഭക്ഷണം പ്രശ്നമല്ല, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അല്ല വർക്ക് ചെയ്യുക, സിമ്പത്തറ്റിക് സിസ്റ്റമാണ് വർക്ക് ചെയ്യുക. എങ്ങനെയും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ആ സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിസ്റ്റത്തിന്റെ ഉദ്ദീപനം കൊണ്ട് നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നുണ്ടോ? ഈ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, ദൃശ്യങ്ങൾ കാണുമ്പോൾ ആൾക്കാരുടെ സിമ്പത്തറ്റിക് സിസ്റ്റം എത്രത്തോളം ആക്ടിവേറ്റഡ് ആവുന്നതിന് എങ്ങനെ അറിയും? അതറിയാൻ സ്കിൻ കണ്ടക്റ്റൻസ് ആണ് ഉപയോഗിക്കുക. തൊലിയിലൂടെ ഇലക്ട്രിസിറ്റി എത്രത്തോളം കടന്നു പോകുന്നു, എത്രത്തോളം ഈസി ആയിട്ട് കടന്നു പോകുന്നു എന്നറിയാം. സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുമ്പോൾ എന്തുണ്ടാവും? പേർക്കും. അപ്പോൾ സ്കിൻ കണ്ടക്റ്റൻസ് കൂടും, ഇലക്ട്രിസിറ്റി വളരെ പെട്ടെന്ന് തന്നെ സ്കിൻ കണ്ടക്റ്റൻസ് കൂടും. ഇത് വെച്ചുകൊണ്ട് അറിയാം സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയോ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയോ എന്നറിയാം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഉദ്ദീപനങ്ങളോട് സഡൻ നോയ്സസ്, ത്രെട്ടനിങ് ഇമേജസ് ഒക്കെ വരുമ്പോൾ കൂടുതൽ ശക്തമായി അതിനോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക, സിമ്പത്തറ്റിക് സിസ്റ്റം കൂടുതൽ ആക്ടിവേറ്റഡ് ആവുന്നത് നമുക്കെന്താ പറയുക, ഒരു പേടിപ്രാന്തന്മാരെന്ന് പറയാം. അത് മുഴുവൻ അറിയാം. അവർ മുഴുവൻ വലതുപക്ഷ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ കുറച്ച് ഞാൻ വളരെ എന്താ പറയുക ലളിതവൽക്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വലതുപക്ഷ കാഴ്ചപ്പാടുള്ളവരൊക്കെ അവർക്കൊക്കെ സ്കിൻ കണ്ടക്റ്റൻസ് പെട്ടെന്ന് കൂടുന്നു. അവർ വളരെയധികം പേടിച്ചു. ഈ സിമ്പത്തറ്റിക് സിസ്റ്റം വളരെ പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആവും. അത് ആ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നതിൻ്റെ അളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് ആക്ടിവേറ്റഡ് ആവുന്നത് ഇടതുപക്ഷം നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ വലിയ പ്രയാസമാണ്. CPM ആണ് അല്ലെങ്കിൽ പരമാവധി നക്സലൈറ്റ് ആണെന്ന് വിചാരിക്കും. അതല്ല കേട്ടോ ഇടതുപക്ഷം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതെന്താണ് ഇടതുപക്ഷം എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. യാഥാസ്ഥിതിക മൈൻഡുള്ളവർക്ക് വളരെ പെട്ടെന്ന് സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നു. അതേസമയം ഈ വക വിരട്ടൽ
ഉദ്ദീപനങ്ങളൊന്നും വളരെ കൂളായിട്ട് എടുക്കുന്ന ആൾക്കാർ നമ്മൾ ഇടതുപക്ഷക്കാരെന്ന് പറയാം, പിന്നെ പ്രോഗ്രസീവ് പൊളിറ്റിക്സ് ഉള്ള ആൾക്കാരാണ്. അവരുടെ നിലപാടുകൾ ഇതാണ് ഓക്സ്ലിയുടെ പഠനത്തെ കാണുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രബന്ധത്തിന് അടുത്തുള്ള ഗ്രാഫാണിത്. ത്രെട്ടനിങ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ 2 ഗ്രൂപ്പിലെയും ആൾക്കാരുടെ സ്കിൻ കണ്ടക്റ്റൻസിൽ വരുന്ന വ്യതിയാനമാണ് നമ്മളവിടെ കാണുന്നത്. നീല നിറത്തിലുള്ള ബാറ് വലതുപക്ഷ നിലപാടുള്ളവരുടെയും ചുവപ്പ് നിറത്തിലുള്ളത് ഇടതുപക്ഷ നിലപാടുകാരുടെയാണ്. ഈ നമ്മൾ ആദ്യം കാണുന്നത് ത്രെട്ടനിങ് സ്റ്റിമുലസ് കൊടുക്കുമ്പോഴാണ്. വലതുപക്ഷക്കാരുടെ സ്കിൻ കണ്ടക്റ്റൻസ് ആ നീല നിറത്തിൽ വളരെയധികം അങ്ങോട്ട് ഉയർന്നു പോകുന്നതാണ്. പിന്നീട് വരുന്ന 2 ബാർ നോൺ ത്രെട്ടനിങ് ആയിട്ടുള്ള നോൺ ത്രെട്ടനിങ് സ്റ്റിമുലസ്, ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുത്താൽ 2 പേരുടെയും സ്കിൻ കണ്ടക്റ്റൻസ് ഒരുപോലെ. പേടിപ്പിക്കുന്നത് വരുമ്പോൾ വലതുപക്ഷക്കാർ വല്ലാണ്ട് പേടിക്കുന്നു. ഇതെങ്ങനെയാണ് ഇവർ വലതുപക്ഷക്കാരാണോ ഇടതുപക്ഷക്കാരാണോ എന്ന് ഈ ഓക്സ്ലിയുടെ പഠനം തീരുമാനിച്ചത്? 18 വിഷയങ്ങൾ ഇവരോട് ചോദിക്കുന്നുണ്ട്. ആ കാലത്ത് അമേരിക്കൻ സമൂഹത്തിൽ പ്രസക്തമായിട്ടുള്ള 18 വിഷയങ്ങളാണ് ഇടതുപക്ഷ വലതുപക്ഷ നിലപാടുകൾ സൂചിപ്പിക്കാനായിട്ട് അവർ ഉപയോഗിച്ചത്. അത് ഇവിടെ പറയുന്നുണ്ട്, 18 പറയുന്നുണ്ട്. മിലിറ്ററി സ്പെൻഡിങ്, വാറന്റ്ലെസ് സെർച്ചസ്, ഡെത്ത് പെനാൽറ്റി, പാട്രിയറ്റ് ആക്ട്, ഒബീഡിയൻസ്, പാട്രിയോട്ടിസം, ഇറാഖ് വാർ, സ്കൂൾ പ്രെയർ, ബിബ്ലിക്കൽ ട്രൂത്ത്, opposition to pacifism, immigration, gun control, foreign aid, compromise, premarital sex, gay marriage, abortion rights, pornography. ഇതിങ്ങനെ 18 പോയിന്റുകൾ. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2007 അമേരിക്കയിലെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതേപോലെയല്ല നമുക്ക് ഇന്ത്യയിൽ ബാധകമാവുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പെരിഫറൽ ഇഷ്യൂസ് ആണ്. ബേസിക്കലി ഇടതുപക്ഷനെയും വലതുപക്ഷനെയും വെറുതെ ഇരിക്കുന്നത് ഈ പെരിഫറൽ ഇഷ്യൂസ് അല്ല കേട്ടോ. ഈ ഓരോന്നിലൊക്കെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിന് പെരിഫറൽ ഇഷ്യൂസ് ഏതൊക്കെ. പക്ഷെ എന്തായിരുന്നാലും ഇതാണ് അവരുപയോഗിച്ച ചാർട്ട്. അപ്പോൾ ഈ നമുക്ക് സ്വാഭാവികമായിട്ടും വലതുപക്ഷ നിലപാടുള്ള ഒരാൾ സ്വാഭാവികമായും പട്ടാളത്തിന് കൂടുതൽ ചിലവാക്കണമെന്ന് വാദിക്കും, വധശിക്ഷ അനുകൂലിക്കും, ദേശസ്നേഹം, ഇറാഖ് യുദ്ധം, സ്കൂളുകളിലെ പ്രാർത്ഥന, ഇതിനൊക്കെ അവർ പിന്തുണക്കും. അമേരിക്കയിലേക്ക് ആളുകൾ കുടിയേർപ്പാക്കുന്നത് എതിർക്കും, ഗൺ കൺട്രോളിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗൺ കൺട്രോൾ വേണ്ട പറയും, വിവാഹപൂർവ്വ ലൈംഗികത, സ്വവർഗ വിവാഹം, ഗർഭഛിദ്രം, ഇതിലൊക്കെ അവർ എതിർക്കും. ഇടതുപക്ഷക്കാരുടെ നിലപാട് ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നാണ് അവർ ഈ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ വർഗീകരിക്കുന്നത്. എത്രത്തോളം ഇടതുപക്ഷ നിലപാടിന്, എത്രത്തോളം വലതുപക്ഷ നിലപാടുണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത്. അപ്പോൾ ഓക്സ്ലിയുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം ഇതാണ്: ഭയജനകമായ ഉദ്ദീപനങ്ങളോട് ശരീരം എത്രത്തോളം തീക്ഷ്ണമായി പ്രതികരിക്കുന്നു, അതായത് സിമ്പതറ്റിക് സിസ്റ്റം എത്രത്തോളം സ്റ്റിമുലേറ്റഡ് ആവുന്നു, ഇതാണ് വ്യക്തികളുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഒരു സൂചകമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. നിലനിൽക്കുന്ന സാമൂഹ്യ ഘടനയെ അതിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ഭീഷണികളെ, അതാണിപ്പം ഈ ഒരു അകത്തു നിന്നുള്ള ഭീഷണികളാണ് ഓരോ ഈ പറഞ്ഞ പോലെ അബോർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ, ഗൺ കൺട്രോൾ, ഇതൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ അകത്തു നിന്നുള്ള ഭീഷണികളാണ്. പുറത്തുനിന്നുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ മെക്സിക്കോ ഇങ്ങോട്ട് വരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവരെ സംബന്ധിച്ച്. പുറത്തുനിന്നുള്ള അകത്തു നിന്നും പുറത്തു നിന്നുള്ള ഭീഷണികളെ രക്ഷിക്കാൻ എന്ന പേരിൽ നടപ്പാക്കുന്ന നടപടികളെ, ബിൽഡ് ദ വാൾ, അത് ഇവരെ രക്ഷിക്കാൻ, ഇതിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രത്തോളം പിന്തുണക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഭീഷണികളെ, അതാണ് ഇവരെന്താണ് കാണുന്നത്, അവർ നേരിടുന്ന, സമൂഹത്തിൽ നേരിടുന്ന ആന്തരികവും പുറത്തുനിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ വരുന്ന നടപടികളെ എത്രത്തോളം അവർ പിന്തുണക്കുന്നു. അതെന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്, അവരെത്രത്തോളം ഈ സിമ്പതറ്റിക് സിസ്റ്റം എത്രത്തോളം ആക്ടിവേറ്റഡ് ആവുന്നു. ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ രാഷ്ട്രീയ നിലപാടുകളൊക്കെ തന്നെ നിലനിൽക്കുന്ന സമൂഹത്തിനെതിരെ വരുന്ന ഭീഷണികൾ എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഇവിടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന ഒരു ഭീഷണിയാണ്, കാരണം അത് നിലനിൽക്കുന്ന വ്യവസ്ഥക്കുള്ള ഭീഷണിയാണ്. ജാതി സെൻസസ് വരുന്നത് നിലനിൽക്കുന്ന ഭീഷണിയാണ്. എല്ലാവരും ജാതി സെൻസസിനെതിരാ. ഇവിടെ വലതുപക്ഷക്കാരെല്ലാം, വലതുപക്ഷ നാസ്തികന്മാരോടൊക്കെ എതിരാ. എന്താ കാരണം എന്ന് വെച്ചാൽ അത് എസെൻഷ്യലി നിലനിൽക്കുന്ന വ്യവസ്ഥയെ അകത്തു നിന്ന് ഉള്ള ഒരു എതിർപ്പാണ്, അതിനെ മാറ്റാനുള്ള ശ്രമമാണ്. അത് ഭീതി ഉണ്ടാക്കുന്നത്, നിലനിൽക്കുന്ന ഈ ഒരു വ്യവസ്ഥയുടെ അട്ടിമറി എന്നുള്ളത്. അപ്പോൾ ഈ വ്യക്തികളുടെ രാഷ്ട്രീയ മനസ്ഥിതികൾ അവരുടെ ശാരീരിക പ്രവർത്തന സവിശേഷതകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ഈ തിരിച്ചറിവുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഈ എൻവയോൺമെന്റൽ ത്രെറ്റ്സിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശാരീരിക പ്രക്രിയയിലുള്ള ഫിസിയോളജിക്കൽ വ്യതിയാനങ്ങൾ, അതാണ് നമ്മൾ കണ്ടത്, വ്യത്യാസങ്ങൾ. ഇത് രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ, അതായത് ഇപ്പോൾ ഈ സമൂഹത്തിൽ സ്വതന്ത്ര ഇന്ത്യയും സ്വായൻസിക മനോവൃത്തിയും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇത് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഈ എന്താ പറയുക, ഒരു മാലിയബിലിറ്റി ഇൻ ദ ബിലീഫ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്,
വിശ്വാസങ്ങൾ അത്ര പെട്ടെന്നൊന്നും വളയും മാറുകയും ചെയ്യില്ല. മാലിയബിൾ അല്ല വിശ്വാസങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന നമുക്കൊക്കെ ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാവും. ഇപ്പോൾ സഫിയ ഈ ഇതൊക്കെ പറയുമ്പോൾ ഒപ്പിടാൻ ആൾക്കാർ വരാത്തത് ചില എളുപ്പമല്ല, അത് അല്ലെങ്കിൽ ഒരു പിന്തുണ കിട്ടാത്തത് അത് എളുപ്പമല്ല. അതിൽ ഇത് കേവലം വസ്തുനിഷ്ഠമായി മാത്രം മനസ്സിലാക്കി ചെയ്യുന്നൊരു കാര്യമല്ല, ഇത് മസ്തിഷ്കത്തിലുള്ളൊരു കാര്യമാണ്. അതായത് പിന്നെ നിങ്ങളുടെ ബയോളജിയിലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, എളുപ്പമല്ല. അപ്പോൾ ഇത് യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുന്ന വിചാരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷയുണ്ട്, ധാരാളം പ്രതീക്ഷയുണ്ട്, പക്ഷെ യാഥാർത്ഥ്യബോധത്തോടുകൂടി വേണം നമ്മൾ സമീപിക്കാൻ ഞാൻ പറയുന്നത്. അത് എളുപ്പമല്ല. നമ്മളിപ്പോൾ എന്ത് ഈ മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്തത്, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ പറയുന്നത്, എത്ര വ്യക്തമാണ് ഈ കാര്യങ്ങൾ, നമുക്കിത്ര വ്യക്തമായ കാര്യങ്ങൾ. കാരണം ഇത് ഭൗതികമായിട്ടുള്ളൊരു വിഷയമല്ല ശരിക്കും. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഇത് വേറെ നിലക്കാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഈ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മളിതൊക്കെ പറയുമ്പോൾ അവർ പ്രോസസ്സ് ചെയ്യുന്നത് ഇത് ഈ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എലികളോ മനുഷ്യരോ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് തോന്നിപ്പോവും. ഇതാണ് കാരണം. മാലിയബിലിറ്റി ഓഫ് ബിലീഫ്സ് അത് ഭയങ്കര കുറവാണ് മനുഷ്യർ. അത് യാഥാർത്ഥ്യബോധം. നമുക്ക് ഈ ലാക്ക് ഓഫ് മാലിയബിലിറ്റി ഇൻ ദി ബിലീഫ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് സ്ട്രോങ് പൊളിറ്റിക്കൽ കൺവിക്ഷൻസ്, ഇത് നമുക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാവാൻ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളതല്ല, നമ്മൾ വർക്ക് ചെയ്യേണ്ടെന്നല്ല, അതൊക്കെ നമുക്ക് അതിൻ്റെ പിന്നിലേക്ക് വരാം. അതാണ് നമ്മൾ എത്ര എണ്ണം തെളിവുകൾ നിർത്തി നമ്മൾ അവതരിപ്പിച്ചാലും വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ഇത് അത്ര പെട്ടെന്ന് ബോധ്യപ്പെടില്ല. ഇപ്പം ഇത് തന്നെ ഈ പറഞ്ഞ പോലെ ഈ പിന്തുടർച്ച അവകാശത്തിൻ്റെ പ്രശ്നം പറഞ്ഞാലും സവർണ സംവരണം എന്തുകൊണ്ട് ശരിയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്രീമി ലെയർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അത് ഒരു യുക്തിസഹമായൊരു സംഗതിയല്ല എന്ന് പറഞ്ഞാൽ ബോധ്യമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ദർ ഇസ് എ ലാക്ക് ഓഫ് മാലിയബിലിറ്റി ഇൻ ദി ബിലീഫ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതേസമയം തന്നെ ഹിന്ദുക്കളുടെ കെട്ടുതാലി അടക്കം പിടിച്ചു പറിച്ച് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യാൻ പോവാണ്, പോകുമ്പോഴെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ കോടിക്കണക്കിന് ആൾക്കാർ ഓടിപ്പോവുകയും ചെയ്യും. അത് ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഈ ഭീഷണി വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ അതാണ് ഓക്സ്ലിയുടെ പഠനത്തെ കാണുന്നത്. ഈ നമ്മൾ ഈ കാണുന്ന വലതുപക്ഷ മഹാജനം മുഴുവൻ അവരുടെ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആണ് ഒരർത്ഥത്തിൽ ചെയ്യുന്നത്. ഭീഷണിയാണ്, ഇത് ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ പ്രതികരിച്ചിട്ട് നേരെ വോട്ട് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഉദ്ദീപനങ്ങളോടുള്ള ശാരീരിക പ്രതികരണം എന്നുള്ള വിഷയമാണ് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത്. ഡഗ്ലസ് ഓക്സ്ലിയുടെ പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഡഗ്ലസ് ഓക്സ്ലി തന്നെ കോതറായിട്ടുള്ള വേറൊരു പേപ്പറിനെയും കൂടി ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ച ശേഷം അടുത്ത വിഷയത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പേപ്പർ പ്രത്യേകം പറയാൻ കാരണം ഇതിൻ്റെ തലക്കെട്ട് വളരെ ശ്രദ്ധേയമായി തോന്നിയുകൊണ്ടാണ്. ഇതാണ് ഡിസ്കസ് സെൻസിറ്റിവിറ്റി ആൻഡ് ദ ന്യൂറോ ഫിസിയോളജി ഓഫ് ലെഫ്റ്റ് റൈറ്റ് പൊളിറ്റിക്കൽ ഓറിയന്റേഷൻസ് എന്നാണ് എൻ്റെ തലക്കെട്ട്. ഈ തലക്കെട്ടൊന്ന് ഈ അറപ്പിനുള്ള പ്രവണതയും ഇടതു വലത് രാഷ്ട്രീയ ചായ്വുകളുടെ മസ്തിഷ്ക ഫിസിയോളജിയും എന്നാണ് തർജ്ജമ ചെയ്യുന്നത്. ഇതൊക്കെ 20-ാം നൂറ്റാണ്ടിൽ സജീവമായ ഗവേഷണം നടക്കുന്ന വിഷയങ്ങളാണ്. ഈ പേപ്പർ വരുന്നത് 2011 എന്ന് എന്നെ ഈ വിഷയം ഞാൻ അവതരിപ്പിച്ച എന്നെ കമൻറ്റ് ബോക്സിൽ എന്നെ ഉത്ബുദ്ധനാക്കാൻ വന്ന കുറച്ച് അക്ഷരവിരോധികളുണ്ട്. അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തലക്കെട്ട് ഇവിടെ എടുത്തിട്ടത്. ഇതാണ് ഉദാഹരണം. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു നാസ്തിക ലോകത്തിൻ്റെ ഒരു സംഗതിയാണിത്. ഓരോ വിഷയത്തെയും അതിന് മെറിറ്റ് നോക്കി നിലപാടുകൾ സ്വീകരിക്കുന്ന നിലപാടാണ് നാസ്തികർക്ക്. എന്നാൽ പണ്ട് രാജഭരണകാലത്ത് നിരന്നിരുന്ന ഇടത് വലത് പാറ്റേൺ അനുസരിക്കുന്നതാണ് പാരമ്പര്യ യുക്തിവാദികളുടെ രീതി. ഇതില്ല. ഇത് പഴയ രാജഭരണത്തിൻ്റെ കാലത്തുള്ളതാണ്. ഇപ്പം അടുത്തൊരു വീഡിയോ കൂടി ഞാൻ കേട്ടു. ഇതൊക്കെ രാജഭരണകാലത്ത് മാത്രമുള്ളതാണ് ഇടത് വലത് രാജഭരണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം അതൊക്കെ പോയി. ഞാൻ പറഞ്ഞത് 2011 ഈ 21-ാം നൂറ്റാണ്ടിൽ കാര്യമായി ഗവേഷണം നടക്കുന്ന കാര്യമാണിത്. ന്യൂറോ ഫിസിയോളജി ഓഫ് ലെഫ്റ്റ് റൈറ്റ് പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ. ഇതൊന്നും നമ്മുടെ നാസ്തികന്മാർ തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് ഇങ്ങനെ എന്നെ വന്ന് ഉത്ബുദ്ധനാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ഇങ്ങനെ വന്ന് എഴുതിക്കൊണ്ടിരിക്കും. താങ്കളാണ് യഥാർത്ഥ വലതുപക്ഷം. കാലഹരണപ്പെട്ട 18-ാം നൂറ്റാണ്ടിലെ ഇടത് വലത് ആശയം ഇന്നും തലയിൽ ചുമന്ന് നടക്കുന്നു. ഈ മഹാന്മാരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തലക്കെട്ടോടെ എടുത്തു വെച്ചത്. ഇങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ കൃത്യമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ സയൻസല്ലേ വായിക്കാതിരിക്കുള്ളൂ. സയൻസ് വായിക്കുന്ന മഹാന്മാരല്ലേ, ഒന്ന് വായിച്ചു നോക്കൂടെ? ഇതൊക്കെ വായിക്കൂല. ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പഠനത്തിൽ എന്താ നടന്നതെന്ന് വെച്ചാൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. അതായത് ഈ പരീക്ഷ ചെയ്തതാണ് അറപ്പ് തോന്നിക്കുന്ന ചിത്രങ്ങൾ. ഇത് അതിലുപയോഗിച്ച് ആ പേപ്പറിൽ ഞാൻ എടുത്ത ചിത്രമാണിത്. അത് ഒരാൾ കുഴുക്കളെ തിന്നുന്ന ചിത്രമാണ്. ഇതൊരു ഓതറിനെയാണ് കേട്ടോ, ഇത് വൺ ഓഫ് ദി ഓതേഴ്സാണ്. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ എത്രത്തോളം ഇവർ ഉത്തേജിതരാകുന്നുണ്ട് എന്നാൽ അതേ ടെസ്റ്റ് തന്നെയാണ്. സ്കിൻ കണ്ടക്ടേഴ്സ് വെച്ചിട്ട് ഇവർ എത്രത്തോളം ഡിസ്ഗസ്റ്റ് ഇവർക്ക് വരുന്നുണ്ട് എന്ന് നോക്കും. അപ്പോൾ കൂടുതലായിട്ട് സ്വയം കൺസർവേറ്റീവ് അല്ലെങ്കിൽ ലിബറൽ എന്നടയാളപ്പെടുത്തിയിട്ടുള്ള രണ്ട് ഗ്രൂപ്പാണ്.
ഈ സ്വയം കൺസർവേറ്റീവ് എന്ന് അടയാളപ്പെടുന്ന ആൾക്കാരിൽ സ്കിൻ കണ്ടക്ടൻസ് കൂടും, വളരെ കൂടുതലായിട്ട് അവർക്ക് അറപ്പ് അനുഭവപ്പെടുന്നുണ്ടെന്ന്. അവർ പൊതുവെ സ്വവർഗ വിവാഹത്തിന് എതിരാണ്. ഇതാണ് ആ ഒരു ഇത്. നിങ്ങൾക്ക് കാണാം ഗെയ് മാരേജിനോടുള്ള അവരെ അപ്രൂവൽ എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ സ്വവർഗ വിവാഹത്തെ എതിർക്കുന്നവരിൽ സ്കിൻ കണ്ടക്ടൻസ് ലെവൽ ടു ഡിസ്ഗസ്റ്റിംഗ് ഇമേജസ് കൂടുതലാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ പേപ്പറിൽ നിന്ന് ഒരൊറ്റ വാചകം കൂടി ഉദ്ധരിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ ഉദ്ധരിക്കുന്ന വാചകം. ഇതാണ് ആ വാചകത്തിന്റെ ട്രാൻസ്ലേഷൻ ഉദ്ദേശം എങ്ങനെയാണ്: ജീവശാസ്ത്രമാണ് രാഷ്ട്രീയത്തിന് കാരണമെന്നോ രാഷ്ട്രീയമാണ് ജീവശാസ്ത്രത്തെ രൂപപ്പെടുന്നത് എന്നോ അല്ല ഈ പഠനത്തിൽ നിന്നെത്താവുന്ന നിഗമനം. നമ്മുടെ ചില രാഷ്ട്രീയ ചായ്വുകൾ ഏതൊക്കെയോ അവസരങ്ങളിൽ ജീവശാസ്ത്രത്തിനകത്ത് കുടികൊള്ളാൻ തുടങ്ങുന്നു. ആ കാര്യത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ബട്ട് ദാറ്റ് സർട്ടൻ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻസ് അറ്റ് സം അൺസ്പെസിഫൈഡ് പോയിന്റ് becomes housed in our biology. അപ്പോഴാണ് മാലിബിലിറ്റി ഇല്ലാതാവുന്നത്. നോട്ട് ദാറ്റ് ബയോളജി കോസസ് പൊളിറ്റിക്സ് ഓർ ദാറ്റ് പൊളിറ്റിക്സ് കോസസ് ബയോളജി, അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷേ certain political orientations at some unspecified point become housed in our biology. നമ്മുടെ ജീവശാസ്ത്രത്തിലേക്ക് അത് വേരുകളാഴ്ത്തുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്വർഗ ലൈംഗികതയെ രൂക്ഷമായി എതിർക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം കേവലം യുക്തി സംബന്ധിയായ പ്രശ്നമല്ല. യുക്തിപരമായ വാദങ്ങൾ നമ്മൾ നിരത്തിയത് കൊണ്ട് ആ നിലപാട് മാറ്റൂല അവർ. അത് കരുതാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾറെഡി ബിക്കം ഹൗസ്ഡ് ഇൻ ദർ ബയോളജി എന്നുള്ളത് കേട്ടോ. അപ്പോൾ പൊളിറ്റിക്സ് ഈസ് ദ കെമിസ്ട്രി ഓഫ് ദ ബയോളജി എന്ന് പറഞ്ഞില്ലെങ്കിലും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചില രാഷ്ട്രീയ ചായ്വുകൾ certain political orientations at some unspecified point becomes housed in our biology with meaningful political consequence. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ലാക്ക് ഓഫ് മാലിബിലിറ്റി ഇൻ ബിലീഫ്സ് വരുന്നത്. അപ്പോൾ ഈ സ്കിൻ കണ്ടക്ടൻസിലെ മാറ്റം നിരീക്ഷിച്ചിട്ട് വ്യക്തികളുടെ വലതുപക്ഷ ചായ്വും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റത്തിന്റെ അമിത പ്രവർത്തനവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പഠനങ്ങളാണ്. ഒരു 1.5 പഠനം ഞാൻ പറഞ്ഞത്. ഒരു പഠനത്തിനെ കുറിച്ച് കുറച്ചും പറഞ്ഞു. അടുത്ത പേപ്പർ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കുറച്ചും കൂടി മറ്റേ സ്കിൻ കണ്ടക്ടൻസ് നോക്കിയിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനുള്ള സ്വാധീനം പരിശോധിച്ചുകൊണ്ട് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസിനെ നിയന്ത്രിക്കാൻ ഉള്ള കഴിവില്ലായ്മയും വലതുപക്ഷ രാഷ്ട്രീയവും, നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടിലേക്ക് പോവാണ്. വലതുപക്ഷ രാഷ്ട്രീയ പക്ഷപാതം തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പേപ്പറാണ്. ആ പേപ്പർ ഞാൻ മുഴുവനായിട്ട് ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഭാഗങ്ങൾ മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ഇതാണ് പേപ്പർ. 2020 വന്ന പേപ്പറാണ്. ഫ്രാൻസിലെ 3 യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ പേപ്പറിൻ്റെ ഈ ഓതേഴ്സ്. ജോഹാൻ ലെപ്പാഷ് എന്നാണ് മൂപ്പരുടെ പേര്. അതിൻ്റെ ഫസ്റ്റ് ഓതറിൻ്റെ പേര്. അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹയർ ഓട്ടോണോമിക് റിയാക്ടിവിറ്റി ടു സ്ട്രെസ് ആൻഡ് ലോവർ റിക്കവറി എന്നാണ് ആ പേപ്പറിൻ്റെ ശീർഷകം. ആൾക്കാരുടെ ജനറൽ ഫിസിയോളജിയിലുള്ള വ്യതിയാനങ്ങൾ അവരെ ചില തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ആശയമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ ഗവേഷണ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഓതേഴ്സ് പറയുന്നുണ്ട്. ടു അഡ്വാൻസ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേസ് ഇൻ വിച്ച് ഫിസിയോളജി മേ ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെന്റ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ്. ഏകാധിപത്യത്തിന് അനുഗുണമായ മനോഭാവങ്ങൾ രൂപപ്പെടുന്നതിലും പ്രകടമാകുന്നതിലും ഫിസിയോളജി ഏതൊക്കെ തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് അതിനെ കൂടുതലായി മനസ്സിലാക്കുന്നതാണ് പഠനത്തിന്റെ ഉദ്ദേശം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തൊലിയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ആണ് നമ്മൾ നേരത്തെ നോക്കിയത്. ഇവിടെ ഹൃദയമിടിപ്പിന്റെ വേഗതയാണ് ഫിസിയോളജിയിലെ വ്യതിയാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്. വിശദമായിട്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് വഴിയെ പറയും. ഈ ആൾക്കാർക്ക് ഏകാധിപത്യത്തിന് അനുഗുണമായ മനോഭാവങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നത് എങ്ങനെയാണ് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുക? അതിനൊരു മാനദണ്ഡമുണ്ട്. 1981 മുതൽ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡം RWA സ്കെയിൽ എന്നാണ് പറയുക. റൈറ്റ് വിങ് അതോറിറ്റേറിയനിസം സ്കെയിൽ എന്നാണ് പറയുക. ബോബ് ആൾട്ട്മെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കനേഡിയൻ സൈക്കോളജിസ്റ്റാണ് രൂപപ്പെടുത്തിയത്. ഈ ബോബ് ആൾട്ട്മെയറിന്റെ റൈറ്റ് വിങ് അതോറിറ്റേറിയനിസം എന്നൊരു പുസ്തകത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇത് നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലൊരു പേജാണ് ഈ പേജാണത്. 30 ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. 30 പ്രസ്താവനകളായിരിക്കും. അത് നിങ്ങൾ യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ എത്രത്തോളം റൈറ്റ് വിങ് അതോറിറ്റേറിയനിസം നിങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തണം. RWA സ്കെയിൽ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. സം ഓഫ് ദ വേഴ്സ്റ്റ് പീപ്പിൾ ഇൻ അവർ കൺട്രി നവഡേയ്സ് ആർ ദോസ് ഹു ഡു നോട്ട് റെസ്പെക്ട് അവർ ഫ്ലാഗ്, അവർ ലീഡേഴ്സ് ആൻഡ് ദ നോർമൽ വേ തിങ്സ് ആർ സപ്പോസ് ടു ബി ഡൺ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഫുള്ളി അഗ്രി എന്ന് പറയും. അപ്പോൾ വലതുപക്ഷക്കാരനാണ് പറയുന്നത്. It is wonderful that young people today have greater freedom to protest against things they don't like and to do their own thing. അപ്പോൾ ഇത് ഇടതുപക്ഷക്കാരനാണ്. അത് ശരിയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കുറേ കൂടി സ്വാതന്ത്ര്യമുണ്ട്, അവർ ചെയ്യുന്ന നല്ല കാര്യമാണ്.
അപ്പോൾ ഈ രീതിയിലുള്ള 10-30 ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ RWA സ്കെയിൽ വെക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ എത്രത്തോളം റൈറ്റ് വിങ് അതോറിറ്റേറിയനിസം നിങ്ങളിലുണ്ട് എന്ന് കാണാം. അത് വെച്ചിട്ട് എന്ത് കാണാൻ പറ്റും? അതാണ് പേഴ്സണാലിറ്റി. പിന്നെ ഇവരിലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയമിടിപ്പിൻ്റെ ആ കാര്യത്തിലേക്ക് ഞാൻ പിന്നെ വരാം. ഈ RWA സ്കെയിലിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ആദ്യത്തേത് അതോറിറ്റേറിയൻ സബ്മിഷൻ, അധികാരികളോടുള്ള വിമർശനരഹിതമായ വിധേയത്വഭാവം. രണ്ടാമത്തേത് അതോറിറ്റേറിയൻ അഗ്രഷൻ. മൂന്നാമത്തേത് കൺവെൻഷനലിസം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതോറിറ്റേറിയൻ സബ്മിഷൻ നമുക്കറിയാം. ഈ ഫോട്ടോ വളരെ പ്രസിദ്ധമാണ്. നമ്മൾ ധാരാളം ഇത് ഒരുപാട് രംഗങ്ങൾ ഇതുപോലെ കാണുന്നത് നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട്. ഇപ്പോൾ പിന്നെ പല രംഗങ്ങളും നമുക്കിത് കാണാം. ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും അതിൻ്റെ മന്ത്രിയുമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് അതോറിറ്റേറിയൻ സബ്മിഷൻ എന്ന് പറയുന്നത്. വിമർശനരഹിതമായ വിധേയത്വം അധികാരികളോടുള്ള ഉദാഹരണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇതാണ് അതിൻ്റെ വിചിത്രമായ കാര്യം. സാധാരണ ഒരു മന്ത്രിയും ഏത് വരുന്നു നോക്കണം. ഈ തന്തൈ പെരിയോറിൻ്റെ ചിത്രം നമ്മൾ നേരത്തെ കാണിച്ചു. അവിടുന്ന് വരുന്ന ആ പിന്നെ ഒരു രാഷ്ട്രീയ സംസ്കാരമൊക്കെ വളരെ പെട്ടെന്ന്. ഇതാണ് മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം. നിങ്ങൾ ഏത് യുക്തിവാദ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നു കാര്യമൊന്നുമില്ല. സഹോദരനയ്യപ്പിൻ്റെ പിന്നിലൊന്നും കാര്യമൊന്നുമില്ല. തന്തൈ പെരിയാറിനെ എല്ലാവരും തള്ളിപ്പറയും. ഇപ്പോൾ അവരൊക്കെ തന്തൈ പെരിയാറിനെ കേട്ടിട്ടുണ്ടാവില്ല. അതുപോലെ സഹോദരനയ്യപ്പനെ തള്ളിപ്പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ സ്വതന്ത്ര ഇന്ത്യ രംഗത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഏതൊരു പ്രസ്ഥാനം വന്നാലും അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്മാർ വലതുപക്ഷമാണെന്ന് ഞാൻ ഒരു പൊട്ടത്താവിന് പറയാം. വളരെ ഏറ്റവും എളുപ്പതാണ്. ഇതൊരു ഗാർഡൻ ഉണ്ടാക്കുന്ന മാതിരിയാണ്. വെട്ടി ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ കൊല്ലവും, ഓരോ ദശകവും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് വീണ്ടും ഈ അതോറിറ്റേറിയനിസം, ഈ പിന്നെ റൈറ്റ് വിങ് ഇതൊക്കെ വന്ന് പിടിക്കും. അതാണ് മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം. ഇറ്റ്സ് ലൈക്ക് മേക്കിംഗ് എ ഗാർഡൻ. നിങ്ങൾ ഗാർഡൻ വെറുതെ വിട്ടിന് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് കാട് വന്ന് മൂടും. ആ ഒരവസ്ഥ നമ്മളിവിടെ കാണുന്നത്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞ അവസാനം അതോറിറ്റേറിയൻ സബ്മിഷൻ മനുഷ്യരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് അതോറിറ്റേറിയൻ സബ്മിഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ജനാധിപത്യത്തിന്റെ പൂന്തോട്ടം സമഗ്രാധിപത്യത്തിന്റെ കാടായി മാറുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഭരണകർത്താക്കൾ വിചാരിക്കുന്ന ജനങ്ങളെ അവർ സ്വയം അവരുടെ പ്രതിനിധികളായിട്ടുള്ള കാണുന്നത്. ഇവരെ പ്രജകളാണ് എന്നാണ് കാണുന്നത്. നമ്മളെ ഒരാളിപ്പോൾ അടുത്ത വാജ് പറയുകയും ചെയ്തല്ലോ, പ്രജകളാണ് എൻ്റെ മുന്നിൽ, പ്രജകളാണെന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ടുള്ള അതോറിറ്റേറിയൻ സബ്മിഷൻ ആ മനോഭാവമാണ്. അവർ വന്ന് കാല് പിടിച്ചിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്, പിന്നെ വിഷുക്കൈനീട്ടം വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാർ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ മടങ്ങുന്ന മന്ത്രി, MP-യുടെ മുന്നിൽ വണങ്ങുന്ന ജനങ്ങൾ, ഇങ്ങനെയൊക്കെ ഈ ജനങ്ങൾ നമ്മളോട് നമസ്കരിക്കണമെന്ന മനോഭാവമുള്ള ആൾ, ഇയാൾ അതിൻ്റെ മേലെ പോയി അതിന് പോയി നമസ്കരിക്കും. മനസ്സിലല്ലേ? MP പോയിട്ട് പ്രധാനമന്ത്രിയുടെ മുന്നിൽ നമസ്കരിക്കും. ഇങ്ങനെ. അപ്പോൾ ഈ അതോറിറ്റേറിയൻ സബ്മിഷൻ എന്നുള്ള ഈ ഒരു കാര്യമാണ് പിന്നെ ഈ റൈറ്റ് വിങ് അതോറിറ്റി RWA ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം അതോറിറ്റേറിയൻ അഗ്രഷൻ. ഇത് ഈ നിലനിൽക്കുന്ന ഉച്ചനീതിത്വ ഘടനയെ, പാരമ്പര്യ രീതികളെ ഒക്കെ ധിക്കരിക്കുന്ന വ്യക്തികളെ അപലപിക്കാനും തിരസ്കരിക്കാനും ശിക്ഷിക്കാനുമുള്ള പ്രവണതയാണ് അതോറിറ്റേറിയൻ അഗ്രഷൻ എന്ന് പറയുന്നത്. നേരത്തെ സഫിയ പറയേണ്ടത് എത്ര ഡെസിബെല്ലിൽ സ്ത്രീകൾക്ക് സംസാരിക്കാം, അങ്ങനെയുണ്ട്. അത് നാട്ടുനടപ്പാണ്. ഇത്ര ഡെസിബെല്ലിൽ സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാതെ ഒന്നാമത് സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല എന്നാണ്. അഥവാ സംസാരിക്കുകയാണെങ്കിൽ തന്നെ വളരെ മയത്തിലും സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാതെ ഷാർപ്പായ ചോദ്യം ഒരു പത്രപ്രവർത്തകർ ചോദിച്ചാൽ ആളാവാൻ വരണ്ട, എൻ്റെ അടുത്ത് ആളാവാൻ വരണ്ട. ഇതാണ് അതോറിറ്റേറിയൻ അഗ്രഷൻ. അതായത് ഈ നോൺ വയലേറ്റേഴ്സ് ശിക്ഷിക്കാനുള്ള പ്രവണത. അതാണ് RWA രണ്ടാമത്തെ ഘടകം. അതുപോലെ തന്നെ പരമ്പരാഗത, ഇദ്ദേഹം വേറെ പറയില്ല, അവിശ്വാസികളുടെ സർവനാശത്തിന് വേണ്ടി അവർ സമാധാനമായി ജീവിച്ച് മരിക്കരുത് എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റ് അതോറിറ്റേറിയൻ അഗ്രഷനാണ്. അതായത് അവിശ്വാസികൾ അവരെ സമാധാനമായി ജീവിച്ച് മരിക്കാൻ അനുവദിക്കരുത് എന്ന് എൻ്റെ കൂടെ ഒരു വാലും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് അശ്വത്ഥാമ ഹത പറഞ്ഞില്ല, തല്ലിക്കൊല്ലടാ അവരെന്നാണ് ബേസിക്കലി പറയുന്നത്. അവരൊന്നും സമാധാനമായി ജീവിച്ച് മരിക്കാൻ പാടില്ല എന്ന് പിന്നെ ആഹ്വാനം ചെയ്തിട്ട് അതിൻ്റെ അവസാനം ഹത കുഞ്ചര എന്ന് പറഞ്ഞ പോലെയാണ്. കുഞ്ചര അവസാനം കൂട്ടി ചേർത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് അതോറിറ്റേറിയൻ അഗ്രഷൻ എന്ന് പറയുന്നത്. ഞാൻ എല്ലാത്തിനും ഉദാഹരണമായിട്ട് ഒരാളെടുത്താണ്, എളുപ്പമാണല്ലോ വെച്ചിട്ട്. അതോറിറ്റേറിയൻ അഗ്രഷൻ, അതോറിറ്റേറിയൻ സബ്മിഷൻ, ഇതൊക്കെ നമുക്ക് ഒരാളിൽ കാണാം. എൻ്റെ ഗുരുനാഥൻ്റെ വള്ളത്തോട് പറഞ്ഞ കാര്യമാണ്. എല്ലാത്തിനും അദ്ദേഹത്തിനെ കണ്ടാൽ മതി. അതുപോലെ പിന്നെയുള്ള കൺവെൻഷനലിസം, മൂന്നാമത്തെ ഘടകം. അതായത് റൈറ്റ് വിങ് അതോറിറ്റേറിയനിസത്തിന്റെ മൂന്നാമത്തെ ഘടകമാണ് കൺവെൻഷനലിസം. അത് പരമ്പരാഗത മതധാർമ്മിക നടപ്പുകളെ പിന്തുണക്കാനും അനുസരിക്കാനുമുള്ള പ്രവണതയാണ്. അത് നമുക്ക് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് പോയാൽ മതി.
ബ്രാഹ്മണന്മാർ ഈശ്വരന്മാരാണ്, അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം, അയ്യനെ തൊഴണം എന്നൊക്കെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് കൺവെൻഷനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മൂന്നിനും നമുക്കൊരു ഉദാഹരണം ഒരാൾ മതി. അപ്പോൾ ഈ 3 ഘടകങ്ങളും നമ്മൾ RWA സ്കെയിൽ പരിഗണിക്കും. കൂടുതൽ RWA സ്കോർ ഉള്ള ആളെന്ന് പറഞ്ഞാൽ സാമൂഹ്യമായും സാംസ്കാരികമായും യാഥാസ്ഥിതികത്വം പുലർത്തുന്ന ആളെന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഇവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം ദാറ്റ് സോഷ്യൽ വേൾഡ് ഈസ് ഇൻഹറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് ത്രെട്ടനിങ്. നമ്മൾ പറയുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റം വളരെ സദാസമയം ആക്ടിവേറ്റഡ് ആണ്, വളരെ എളുപ്പത്തിൽ ആക്ടിവേറ്റഡ് ആവും. കാരണം അവരുടെ മനസ്സിലുള്ള വെച്ചാൽ ഈ സാമൂഹ്യ ലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ അപകടം പിടിച്ച സാധനമാണ്, ഇൻഹറന്റ്ലി ഡേഞ്ചറസ് ആൻഡ് ത്രെട്ടനിങ് ആണ് എന്നുള്ളതാണ്. ഈ സാമൂഹ്യ ലോകം അപകടകരവും ഭീഷണികൾ നിറഞ്ഞതുമായ ഒരു ഇടമാണെന്നാണ് ഇവരുടെ ഒരു അടിസ്ഥാനമായ ബോധ്യം. ഇറ്റ് ഈസ് ഹൗസ്ഡ് ഇൻ ദെയർ ബയോളജി. അതാണ് എൻ്റെ കാര്യം. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും കാരണം അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇത് അപകടകരമായ ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വൈകാരിക ചോദനകൾ ലക്ഷ്യം വെക്കുന്നത് ഗോത്രീയ സുരക്ഷിതത്വമാണ്, കർശന നിയന്ത്രണമാണ്, സ്ഥിരതയാണ്, വ്യവസ്ഥാപിതത്വമാണ്. ഇതാണ് അവരെ വലതുപക്ഷക്കാരാക്കുന്നത്. എപ്പോഴും സാമൂഹ്യ ലോകം എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇവിടെ എന്ത് വേണം? ഇവിടെ സുരക്ഷ വേണം, ഗോത്രീയ സുരക്ഷ വേണം, കർശന നിയന്ത്രണം വേണം, കൂടുതൽ പട്ടാളക്കാർ വേണം, കൂടുതൽ പോലീസുകാർ വേണം, വാറന്റ്ലെസ് സെർച്ച് വേണം, എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ബ്രിട്ടീഷുകാർ പണ്ട് വാണ പോലെ എന്ന് വൈലപ്പള്ളി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അനിശ്ചിതത്വങ്ങളും ഭീഷണികളും കൈകാര്യം ചെയ്യുക എന്ന ഒരു മാനസിക ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ യാഥാസ്ഥിതിക രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവുന്നത്. ഇവിടെ ഞാനൊരു ഈ ഒരു എന്താ പറയുക ജനറൽ മെക്കാനിസം റിലേറ്റഡ് ടു കോഗ്നിറ്റീവ് കൺട്രോൾ ആൻഡ് സെൽഫ് റെഗുലേഷൻ എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടാണ്. അതായത് ഈ ഒരു കാര്യത്തിന്, അതായത് പെരുമാറ്റങ്ങളെ, അതായത് നമ്മൾ കോഗ്നിറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് വെച്ചാൽ മനുഷ്യർ ലക്ഷ്യങ്ങളും പ്ലാനുകളും അനുസരിച്ചിട്ട് നമ്മുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, സ്വയം നിയന്ത്രണത്തിലുള്ള കഴിവ് എന്ന് പറയാം. എക്സിക്യൂട്ടീവ് കൺട്രോൾ എന്നൊക്കെ പറയും. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇത് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ബ്രെയിൻ എന്നൊക്കെ ചിലപ്പോൾ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കൺട്രോൾ ഇതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ മെക്കാനിസം ഓഫ് കോഗ്നിറ്റീവ് കൺട്രോൾ വഴിയാണ് സെൽഫ് റെഗുലേഷൻ നടക്കുന്നത്. ഈ സ്വയം നിയന്ത്രണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വിവിധ വ്യക്തികളിൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ മനുഷ്യരുടെ ഇടത് വലത് ചായ്വുകൾ അല്ലെങ്കിൽ പുരോഗമന യാഥാസ്ഥിതിക ചായ്വുകൾ പ്രതിഫലിപ്പിക്കുന്നത് അവരുടെ സ്വയം നിയന്ത്രണ ശേഷിയിലുള്ള വൈയക്തികമായ വ്യതിയാനങ്ങളെയാണ്. റിഫ്ലെക്ട്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് എ ജനറൽ മെക്കാനിസം റിലേറ്റഡ് ടു കോഗ്നിറ്റീവ് കൺട്രോൾ ആൻഡ് സെൽഫ് റെഗുലേഷൻ. അപ്പൊ ഇതെങ്ങനെ ഈ RWA സ്കെയിലിൽ ഉയർന്ന സ്കോറുള്ളവർ, അതായത് വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളുള്ളവർ അങ്ങനെ ആയിരിക്കുന്നതിന്റെ കാരണം മാൽ അഡാപ്റ്റീവ് ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് സെൽഫ് റെഗുലേഷൻ ആണ് എന്ന് പറയുന്നു. അതായത് ധാരണാപരവും വൈകാരികവുമായ സ്വയം നിയന്ത്രണത്തിലുള്ള വിത്തിൻ ഇൻവെർട്ടഡ് കോമ വൈകല്യങ്ങൾ. അത് വൈകല്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഒരു പജറേറ്റീവായിട്ട് എടുക്കണ്ട കേട്ടോ. ഇതെങ്ങനെ നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് നിർണ്ണയിക്കാം? നിങ്ങളൊരു ഇടതുപക്ഷക്കാരനാണോ അല്ലെങ്കിൽ നിങ്ങളൊരു അതോറിറ്റേറിയനിസത്തിൻ്റെ ആളാണോ എന്ന് അറിയാൻ RWA സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. വേറെ സ്കോറുകളുണ്ട്, അതിലേക്ക് ഞാൻ പോയിട്ടില്ല, വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞാണ്. ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങളുടെ സെൽഫ് റെഗുലേഷൻ എത്രത്തോളം ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് പോകുന്നത് കേട്ടോ. നിങ്ങളുടെ സ്വയം നിയന്ത്രണ ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ കോഗ്നിറ്റീവ് കൺട്രോൾ അതിനുള്ളൊരു വഴിയാണ് കാർഡിയാക് വാഗൽ കൺട്രോൾ. അതാണ് നമ്മൾ ഹൃദയത്തിലേക്ക് പോകുന്നത്. കാർഡിയാക് വാഗൽ കൺട്രോൾ ഈസ് എ ഫിസിയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഓഫ് സെൽഫ് റെഗുലേഷൻ. ഞാനത് അടിയിൽ അവിടെ ചുവപ്പ് വരുന്ന വെച്ചാണ്. അപ്പൊ ഈ മസ്തിഷ്കത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് നിങ്ങൾ ചിത്രം അവിടെ കാണാം. ഹൃദയത്തിലേക്കും ദഹനവ്യൂഹം അടക്കമുള്ള വിവിധ ആന്തരാവയവങ്ങളിലേക്കും പോകുന്ന ഒരു വലിയ നെർവുണ്ട്. അലഞ്ഞു തിരിയുന്ന നെർവ്, വാഗസ് നെർവ് എന്ന് പറയും. അത് വാഗറി എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ് പേര് വരുന്നത്. വാണ്ടറിങ് എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. ഈ നെർവ് എന്താണ് ഹൃദയത്തിൽ ചെയ്യുന്നത്? എന്താണ് ഹൃദയത്തിൽ ചെയ്യുന്നത് ചോദിച്ചാൽ പോരാ, ഈ നെർവിലൂടെ മസ്തിഷ്കം ഹൃദയത്തിന്റെ മുകളിൽ എന്താ ചെയ്യുന്നതെന്നാണ് കറക്റ്റായ ചോദ്യം. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഈ സേഫ് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ സിമ്പതസിസ് എന്ന് ചെയ്യാൻ നമുക്കറിയാലോ. സിമ്പതസിസ് ചെയ്യുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസമാണ്. ജീവന് ഭീഷണി നേരിടുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അപകടമുള്ള ഘട്ടങ്ങളിലൊക്കെ രണ്ടും കൽപ്പിച്ച് ഓടുകയോ തിരിച്ചടിക്കുകയോ ചെയ്യാൻ സജ്ജമാക്കുക ശരീരത്തിൽ എന്നുള്ളതാണ് സിമ്പതസിസ് ചെയ്യുന്നത് നമുക്കറിയാം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റം ഇത് ആക്ടിവേറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് പ്രേമം എന്നുള്ള സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണ് ചുവക്കണ്, പല്ല് കടിക്കണ്, മുഷ്ടി ചുരുട്ടണ്, ആകെ വിയർക്കണ്. ഈ ആകെ വിയർക്കണ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നേരത്തെ സ്കിൻ കണ്ടക്റ്റൻസ് നോക്കിയത്.
നാടിഞരമ്പ് വലിഞ്ഞു മുറുകണ, പേശികളാകെ ഉരുണ്ട് കയറുന്ന, ചങ്കിനകത്ത് താളമടിക്കുന്ന, തകിട്ട മേളം അടിക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ചങ്കിനകത്തുള്ള താളമടി, തകിട്ട മേളം. ഇതെന്താണ്? സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ഓവർ ആക്ടിവിറ്റി. കൈയും കാലും വിറവിറക്കണ്, പെട്ടപ്പെട്ടക്കണ്, തുടിക്കണം. ഈ ഒരു സംഭവമാണ്. ഇതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇത് ആക്ടിവേറ്റഡ് ആവുന്നു. ഇത് സദാസമയം ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ തരത്തിലുള്ള ആക്ടിവേറ്റഡ് ആൾക്കാരെ നമ്മൾ കണ്ടില്ലേ? ഇത് നമുക്ക് മറ്റേ ആളൊരു ഉദാഹരണം. ഇവര് എല്ലാവർക്കും നമുക്ക് ഭയങ്കര ആക്ടിവേറ്റഡ്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ അനുയായികളോട് പറഞ്ഞു വെച്ചുകൂടായിട്ടാണ്. മനസ്സിലായില്ലേ? അത് എനിക്ക് അവകാശം കിട്ടുന്നതാണ്. ഫുൾ ടൈം ഭരത്ചന്ദ്രനാണ്. നമ്മൾ ഫുള്ള് എപ്പോഴും ആക്ടിവേറ്റഡ്. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇപ്പൊ വോട്ട് ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല. അവിടെ വോട്ടിനെ സ്വാധീനിക്കുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾക്ക് എന്താ വെച്ചാൽ ഒരു ക്രോണിക്കലി ഓവർ ആക്റ്റീവ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് എന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ ഈ വാഗസ് നെർവ് വഴി മസ്തിഷ്കം എന്താണ് ചെയ്യുന്നത്? ഈ ചങ്കിനകത്തുള്ള ഈ തകിട ഇതിനെ പതുക്കെ തക്കിട്ട ഇങ്ങനെ പതുക്കെ ആക്കാന്നുള്ളതാണ്. തക്കിട്ട പതുക്കെ. അതാണ് വാഗസ് നെർവ് ചെയ്യുന്നത്. അത് എവിടുന്ന് വരുന്നത്? അത് നമ്മുടെ നേരത്തെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആയിട്ട് ബന്ധമുണ്ട്. അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ്. അസിറ്റൈൽകോളിനാണ് ഉപയോഗിക്കുന്നത്. അത് ആ എഫ് എ നോഡ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ എന്താ പറയുക സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഹാർട്ടിന്റെ സ്പീഡ് തക്കിട്ട എന്നുള്ളതിന് വരെ തക്കിട്ട എന്നായി മാറും. സ്പീഡ് മാറും. ഈ ചിത്രം കാണാൻ നിങ്ങൾക്ക് അവിടെ. മറ്റേ പോലെ സിമ്പത്തറ്റിക് സിസ്റ്റം അവിടെ കാണാൻ നിങ്ങൾക്ക് ചിത്രത്തിൽ അതിന് ആക്സിലറേറ്റർ നെർവ് എന്ന് പറയും. അതായത് അത് സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ സപ്ലൈ ആണത്. അത് നോറഡ്രിനാലിൻ ഉണ്ടാക്കും ന്യൂറോ ട്രാൻസ്മിറ്റർ. അത് സ്പീഡ് കൂട്ടും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഈ വാഗസ് നെർവ് വാസ്തവത്തിൽ ഹൃദയത്തിന് മുകളിൽ ഒരു ബ്രേക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ഈ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ വാഗസ് നെർവിന് എത്രത്തോളം നിയന്ത്രണം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നത് നമുക്ക് സെൽഫ് റെഗുലേഷന്റെ ഒരു സൂചകമായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്വയം നിയന്ത്രണത്തിനുള്ള ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ നിങ്ങളുടെ വാഗസ് നെർവിന് ഹൃദയത്തിന്റെ മുകളിൽ എത്രത്തോളം തക്കിട്ട പതുക്കെ ആക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ തകിടനെ മാറ്റിയിട്ട് തക്കിട്ട ആക്കാൻ പറ്റുന്നുണ്ടോ, പതുക്കെ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതെങ്ങനെ നോക്കുന്നുണ്ടോ നമുക്ക് അങ്ങോട്ട് വരാം. അപ്പൊ ഈ രണ്ട് ഭാഗവും നമുക്ക് കിട്ടി. എങ്ങനെ നിങ്ങളൊരു ഒരു ഒരു അതോറിറ്റേറിയൻ ആണോ നിങ്ങൾ എന്ന് അറിയാനുള്ള വഴി നമുക്ക് RWS സ്കോർ വെച്ച് നോക്കാം. കാർഡിയാക് വാഗൽ ടോൺ എത്രത്തോളം ഉണ്ട്, വാഗൽ കൺട്രോൾ എത്രത്തോളം ഉണ്ട് എന്ന് വെച്ച് നോക്കിയാൽ നിങ്ങളുടെ സെൽഫ് റെഗുലേഷൻ എത്രത്തോളം ഉണ്ട് എന്നറിയാം. അപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ സെൽഫ് റെഗുലേഷനിലാണ് എന്ന് പറയുന്ന സിദ്ധാന്തം ശരിയോ തെറ്റോ നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഈ ഹൃദയത്തിന് മേൽ വാഗസ് നെർവ് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നത് നമുക്ക് വിശ്രമ സമയത്തെ ഹാർട്ട് റേറ്റ് വാരിയബിലിറ്റി അതാണ് നോക്കുക. റെസ്റ്റിംഗ് HRV എന്ന് പറയും, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി. ഈ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി വെച്ചാൽ രണ്ട് ഹൃദയമിടിപ്പുകൾക്കിടയിലുള്ള സമയം എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നോക്കുന്നത്. ആ ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇത് സിമ്പത്തറ്റിക് ടോൺ കൂടുതലുള്ള ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റം കൂടുതലുള്ള ഭരതചന്ദ്രന്മാരുടെ ആണ് നമ്മൾ ആദ്യം മേലെ കാണുന്നത്. അത് ഈ തകിട എന്നാണ് വരുന്നത്. വളരെ മുറുക്കത്തിലാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് കാണാം. 1 സെക്കൻഡ് ഒരു വ്യത്യാസമില്ല. തകിട ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് മുറുക്കാനോ തിരിഞ്ഞു നോക്കാനോ പിന്നെ മുണ്ട് മാടി കുത്താനുള്ള സമയമൊന്നുമില്ല. പടപടാ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഇല്ല. ഒരു ബീറ്റിൻ്റെയും മറ്റേ ബീറ്റിൻ്റെ ഇടയിലുള്ള സമയം ഏതാണ്ട് ഒരുപോലെ പോകും. ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഈസ് വെരി ലിറ്റിൽ. അതാണ് ആ മേലെ കാണുന്നത്. അതേസമയം വാഗൽ ടോൺ കൂടുതലുള്ളവരെ ഈ ഞാൻ പറയല്ലോ തക്കിട്ട പിന്നെ ഒന്ന് ചുറ്റും നോക്കി വീണ്ടും തക്കിട്ട, മുണ്ടൊന്ന് മാടിക്കെട്ടി വീണ്ടും തക്കിട്ട. അപ്പോൾ തക്കിട്ട തോം തക്കിട്ട തീം തക്കിട്ട ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ ഇതിവിടെ നോക്കൂ, 0.93 സെക്കൻഡ്, 0.98 സെക്കൻഡ്, 1.2 സെക്കൻഡ്, 1.3 സെക്കൻഡ്. അതങ്ങനെ ഒരു താളമാണ്. അതായത് ഒരേ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകല്ല. അപ്പോൾ ഹാർട്ട് റേറ്റ് വേരിയബിൾ ആണ്. അത് HRV കൂടിയ HRV. അപ്പോൾ HRV കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാഗസ് നെർവ് നിങ്ങൾ കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതാണ് മനസ്സിലായത്. അപ്പോൾ ഇപ്പൊ ഈ താള പദ്ധതിയെ കുറിച്ചിട്ട് അറിവുള്ള ആൾക്കാർ ഇവൻ എന്ത് താളാണ് ഈ പറയുന്നത്, നീ എന്ത് തേങ്ങയുടെ ഈ പറയുന്നത് വിചാരിക്കണ്ട കേട്ടോ. ഇത് എൻ്റെ ഒരു അവതാളം എന്ന് വെച്ചാൽ മതി. പറയാനുള്ള സൗകര്യത്തിന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു താള പദ്ധതി ഒന്നുമില്ല. അപ്പോൾ ഈ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഈസ് മോർ ഇവിടെ ഈ വാഗസ് നെർവ് കൂടുതൽ കാർഡിയാക് വാഗൽ ടോൺ കൂടുതലുള്ള ആൾക്കാർ. നമ്മൾ എവിടെ നിന്ന് തുടങ്ങി ആ ത്രെഡ് മനസ്സിൽ വേണം കേട്ടോ. നമ്മൾ എങ്ങനെ അന്വേഷിച്ച് പോകണമെന്നുള്ളത് നമ്മൾ ഈസി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. അത് ഞാൻ വിവരിച്ചു കഴിഞ്ഞു. മേലെ നോക്കുകയാണെങ്കിൽ അതായത് കാർഡിയാക് വാഗൽ ഭരതചന്ദ്രന്മാരിലാണ് ആദ്യം കാണുന്നത്. അവരെപ്പോഴും കടകടകടകടോ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ആക്ടിവേറ്റഡ് ആണ് സിമ്പത്തറ്റിക് സിസ്റ്റം.
ഈ വാഗൽ ടോൺ ഇല്ല. അപ്പോൾ അവരുടെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി കുറവായിരിക്കും, മറ്റവരുടെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ HRV കൂടുതലുള്ള ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ സ്വയം നിയന്ത്രണ ശേഷിയുണ്ട്. എന്തെങ്കിലും ചെറിയ സ്ട്രെസ് വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് വികാര വിക്ഷുബ്ധരായിട്ട് കയ്യിന്ന് പോവുക, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. പിന്നെ ആളാവാൻ വരരുത് നോക്കുള്ള ആ അങ്ങനെ കയ്യിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല, സമാധാനത്തിലൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരോട് അനുതാപവും സഹായ മനോഭാവവും കാണിക്കാൻ, ഷോവായിട്ടല്ല കേട്ടോ, ശരിക്കും കാണിക്കാൻ. ശരിക്കും അങ്ങനെ ഈ സഹായ മനോഭാവം ഇതൊക്കെ യഥാർത്ഥമായിട്ട് തോന്നും. ഈ വൈരിക്ക് മുമ്പ് വിളറിയോടി എന്ന ഭീരുവിനെ സംബന്ധിച്ചിട്ട് ഇതൊന്നും നോക്കാൻ പറ്റില്ല. അയാൾക്ക് ഒരിക്കലും നല്ല ശമരിയാക്കാരനാവാൻ പറ്റില്ല, കാരണം അയാൾക്ക് അതിനുള്ള സമയമില്ല, അയാൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഈ പറയുന്നത്, നിങ്ങൾ വൈരിക്ക് മുമ്പ് വിളറി ഓടിക്കൊണ്ടിരിക്കുന്ന വൈരി ഇല്ലെങ്കിലും അയാളുടെ എപ്പോഴും സിമ്പതി സിസ്റ്റം ആക്ടിവേറ്റ് ആണ്. ശരിക്കും ഒരു വൈരി മുന്നിലല്ല, വൈരി ഉണ്ടെന്ന് അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇയാളുടെ മനസ്സിൽ ഇയാൾ ഈ വൈരിക്ക് മുമ്പിൽ ഉളറി ഓടുന്ന പിന്നെ ആളായിട്ടാണ് ഇരിക്കുന്നത്, ഭീരുവായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഈ കാര്യങ്ങൾ. HRV predicts greater regulatory control, decrease negative emotional arousal in response to stresses, engagement coping, sympathy, compassion, helping behavior. ഇതൊക്കെ ഉണ്ടാവും എന്ത് വാഗസ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാർക്ക്. അവരുടെ HRV കൂടുതലായിരിക്കും, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി കൂടുതലാണ്. ഇതൊക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഇതിന് സമയമുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരങ്ങനെ ആങ്ഷ്യസ് അല്ല, ആങ്ഷ്യസ് എന്നല്ല എന്ന് പറയേണ്ടത്, ശരിക്കും സിമ്പതറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ഓവർ ആക്റ്റീവ് അല്ല എന്ന് പറയാം. അവരുടെ സിമ്പതറ്റിക് സിസ്റ്റം ഓവർ ആക്റ്റീവ് അല്ല, അവർ വൈരിക്ക് മുമ്പിൽ ഉളറി ഓടുകയെന്ന ഭീരുക്കളല്ല, അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ ആൾക്കാരുടെ യാഥാസ്ഥിതിക രാഷ്ട്രീയ ചായ്വെന്ന് നമുക്ക് RWS സ്കെയിൽ ഉപയോഗിച്ച് വിലയിരുത്താം. അവരുടെ സ്വയം നിയന്ത്രണ ശേഷി എന്നത് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഉപയോഗിച്ച് വിലയിരുത്താം. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ റിഫ്ലക്ട്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ജനറൽ മെക്കാനിസം റിലേറ്റഡ് ടു കോഗ്നിറ്റീവ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ എന്ന ആശയം ശരിയാണോ എന്ന് നോക്കാൻ ഇത് രണ്ടും നമ്മൾ പൊരുത്തോണ്ട് നോക്കിയാൽ മതി. RWS സ്കോറും HRV നിങ്ങൾ പൊരുത്തോണ്ട് നോക്കിയാൽ മതി. ആ ഒരു പഠനമാണ് 2020 ലെപ്പാഷും സഹപ്രവർത്തകർ നടത്തിയത്. വളരെ കുറെ കൂടി ദീർഘമായ വളരെ സമഗ്രമായ ഒരു പഠനമാണിത്. എനിക്ക് നമുക്ക് പറയാനുള്ള വിഷയത്തിലേക്കുള്ള ഭാഗം മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. താല്പര്യമുള്ളവരെ പേപ്പർ പൂർണ്ണമായിട്ട് വായിക്കുക. ആ പേപ്പറിൽ ഒരു ഗ്രാഫ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതാണ് അതിൻ്റെ പ്ലോട്ട്. X ആക്സിസിൽ നിങ്ങൾക്ക് RMSSD എന്ന് കാണാം. RMSSD എന്ന് വെച്ചാൽ റൂട്ട് മീൻ സ്ക്വയർ ഓഫ് സക്സസീവ് RR ഡിഫറൻസസ്, അതായത് HRVയുടെ നമ്മുടെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റിയുടെ അളവാണിത്. അതാണ് X ആക്സിൽ കൊടുത്തിരിക്കുന്നത്. ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റിയുടെ ഈ അളവാണ് നമ്മൾ X ആക്സിൽ കൊടുത്തിരിക്കുന്നത്. Y ആക്സിൽ കൊടുത്തിട്ടുള്ളത് RWS സ്കെയിലാണ് Y ആക്സിസുള്ളത്. അപ്പോൾ HRV ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി കുറഞ്ഞിട്ടുള്ള വ്യക്തികളിൽ, അതായത് വേഗസ് നെർവ് വഴി മസ്തിഷ്കം നെഞ്ചിടിപ്പിന് കാര്യമായി ബ്രേക്ക് ചവിട്ടാത്ത ഭരചന്ദ്രന്മാരുണ്ടല്ലോ, അവരുടെ RWS സ്കോർ ആനുപാതികമായി കൂടുതലാണ് നമുക്ക് കാണാം. സിമ്പതറ്റിക് സിസ്റ്റം ഓവർ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള HRV പിന്നെ വേരിയബിലിറ്റി കുറഞ്ഞ ആൾക്കാർ, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ, അവരുടെ കാര്യത്തിൽ പിന്നെ RWS സ്കോർ കൂടുതലാണെന്ന് കാണാം. ഇതാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ അന്വേഷിച്ച് വന്ന കാര്യം. നിങ്ങളുടെ അതോറിറ്റേറിയനിസത്തിനോടുള്ള, റൈറ്റ് വിങ് അതോറിറ്റേറിയനിസത്തിനോടുള്ള നിങ്ങളുടെ സാധ്യത, അല്ലെങ്കിൽ അതിനോടുള്ള നിങ്ങളുടെ പ്രവണത നിങ്ങളുടെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, നിങ്ങളുടെ സെൽഫ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏകാധിപത്യത്തിന് അനുഗുണമായിട്ടുള്ള ആ 3 ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ആ മനോനില എന്താണ് നമ്മൾ പറഞ്ഞു. എപ്പോഴും താൻ ഭീഷണിയുടെ നിഴലിലാണ്. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ് സദാസമയം ഓണായിട്ടിരിക്കുന്ന ഒരു സവിശേഷ ശാരീരിക അവസ്ഥയുടെ പ്രതിഫലനമാണിത്. അതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് മേ റിഫ്ലക്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ പ്രീഡിസ്പോസിഷൻ ടു ക്രോണിക്കലി പെർസീവ്ഡ് ത്രെറ്റ് എന്നാണ്. Authoritarian attitudes may reflect individual differences in a predisposition to chronically perceived threat associated with dysregulated brain peripheral integration എന്നാണ് ഇതിൽ പറയുന്ന കാര്യം കേട്ടോ. Chronic difficulties in inhibiting the default response mode to threat. ഈ ഡിഫോൾട്ട് റെസ്പോൺസ് മോഡ് ടു ത്രെറ്റ് എന്താണ്? ഇപ്പോൾ ഭീഷണികളോട് തീവ്രമായി പ്രതികരിക്കുക, ആക്രമിക്കുകയോ ഓടുകയോ ചെയ്യുക, നെഞ്ചിനകത്ത് തകിട മേളമടിക്കുക, ഇതാണ് മനുഷ്യരുടെ ഡിഫോൾട്ട് റെസ്പോൺസ് മോഡ് ടു ത്രെറ്റ്. അത് ഏറെക്കുറെ സ്വാഭാവികം നമുക്ക് അറിയാം. കാരണം ഓരോ ഇലയനക്കവും ഒരു ഇരപിടിയൻ്റെ അനക്കമായേക്കാവുന്ന ഒരു പുരാതന ആവാസ വ്യവസ്ഥയിലാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മുടെ പരിണാമം അങ്ങനെയാണ്, മനുഷ്യ പരിണാമം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഈ ഡിഫോൾട്ട് റെസ്പോൺസ് മോഡിനെ നിയന്ത്രിക്കാതെ നമുക്ക് മറ്റൊന്നും തന്നെ സാധ്യമല്ല. നമ്മളെപ്പോഴും ഓടാനും പിന്നെ യുദ്ധം ചെയ്യാനും മാത്രം ഉള്ളൊരു മാനസികാവസ്ഥയിൽ ബാക്കിയൊന്നും നടക്കില്ല. ഒരു സാമൂഹ്യ ജീവിതം നടക്കില്ല, ദഹനവും പ്രത്യുത്പാദനം പോലും വൃത്തിയായി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡിഫോൾട്ട് റെസ്പോൺസ് മോഡ്
അനവസരത്തിൽ ഉത്തേജിതമാകാതിരിക്കാനുള്ള നിയന്ത്രണം നമ്മൾ നേരത്തെ പറഞ്ഞ പാരസിമ്പത്തിക് സിസ്റ്റം വഴി വാഗസ് നെർവ് വഴി നടപ്പാക്കാനുള്ള മെക്കാനിസവും നമുക്ക് പരിണാമപരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഇൻഹിബിറ്ററി സിസ്റ്റം വേണ്ടത്ര എന്ന് പറഞ്ഞാൽ ആധുനിക നാഗരിക ജീവിതത്തിന് വേണ്ടത്ര എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ആളുകൾ പ്രവർത്തിക്കാതിരിക്കുക. പുരാതനമായ ത്രെഡ് സർക്യൂട്ട് കടിഞ്ഞാണില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. ഇതാണ് യാഥാസ്ഥിതികരുടെ അല്ലെങ്കിൽ വലതുപക്ഷ നിലപാടുകാരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് എന്തുണ്ടാവുന്നത്, മറ്റേ ഈശങ്കര പിള്ളേന്റെ ഒരു കവിത പറഞ്ഞല്ലോ, ഇതാ കാലൻ, ഇതാ കള്ളൻ, ഇതാ ജാരൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഇതാ രാജ്യദ്രോഹി, ഇതാ അർബൻ നക്സൽ, ഇതാ ജിഹാദി എന്നിങ്ങനെ എല്ലായ്പ്പോഴും ത്രെട്ടുകളെ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ വലതുപക്ഷക്കാർ. അവരെല്ലാം കാണുന്ന മുഴുവൻ ജിഹാദികളാണ്, കാണുന്നത് മുഴുവനും പിന്നെ ഇസ്ലാമോ ലെഫ്റ്റുകളാണ്, എല്ലാവരും കുഴപ്പക്കാരാണ്, എല്ലാവരും ജിഹാദികളും പിന്നെ അർബൻ നക്സലുകളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാ സമയം ഈ ഭീഷണികളെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. കാരണം അവരുടെ ത്രെഡ് സർക്യൂട്ട്, അവരുടെ പുരാതനമായ മസ്തിഷ്കത്തിലെ പുരാതനമായ ത്രെഡ് സർക്യൂട്ടുകൾ നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. വാഗസ് നെർവ് നമ്മൾ ഈ ഹൃദയത്തിന്റെ ഇൻഡെക്സ് ആയിട്ട് കണ്ട പോലെ ആ കൺട്രോൾ കുറവാണെന്ന് പറയാം. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഓരോ മുദ്രാവാക്യം വെക്കുമ്പോഴും ആസാദി എന്നുള്ള വാക്ക് വെക്കുമ്പോൾ അയാൾക്ക് അത് രാജ്യദ്രോഹമാണ്. അല്ലെങ്കിൽ പിന്നെ ബ്രാഹ്മൺ വാദ്സ് ആസാദി, ബ്രാഹ്മണികത എന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളെ ബ്രാഹ്മണന്മാരെ തല്ലിക്കൊല്ലാൻ പോണേന്ന്. ഇതാണ് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ അതാണ് ദേ ഹാവ് ലിമിറ്റഡ് എബിലിറ്റി ടു ചാലഞ്ച് ഇൻവാലിഡ് ത്രെഡ് പെർസെപ്ഷൻസ് എന്നതാണ്. എല്ലാം ഈ കാണുന്നതൊന്നും തന്നെ എന്നെ കൊല്ലാൻ ഭയങ്കര അപകടകരമായ എൻ്റെ എക്സിസ്റ്റൻസിന് ഭീഷണിയാണ് ഒന്നും ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. സമാധാനമായിട്ട് ഇതൊക്കെ അങ്ങനെയൊക്കെ പറയാം, അതൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെയാണ് ജനാധിപത്യം വർക്ക് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള ഫിസിയോളജി അതാണ് സംഭവിക്കും. എനിക്ക് ഈ വേറൊരു കഥാപാത്രമാണിത്. നല്ല ടിപ്പിക്കൽ വലതുപക്ഷ മനോനിലയുള്ള ഒരാളാണ് അർണബ് ഗോസ്വാമി. എനിക്ക് തോന്നിയിട്ടുണ്ട് സദാസമയം ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലാണ്. ഇതും കണ്ടില്ലേ മൂപ്പര ആ പിന്നെ ഒരിക്കൽ ഒരു ഏതാനും മണിക്കൂറുകൾ മൂപ്പര ഒരു പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ സമയത്തുള്ള മൂപ്പരുടെ ഫേസാണത്. സദാസമയം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ്. മേ ലിമിറ്റ് എബിലിറ്റി ടു ചാലഞ്ച് ഇൻവാലിഡ്, അയാളെ കൊല്ലാൻ പോകണമെന്നുള്ള രീതിയിലൊക്കെയാണ്. ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ ഇൻവാലിഡ് ത്രെഡ് പെർസെപ്ഷൻ, ഡിസ്പ്ലേ പ്രോസോഷ്യൽ ഡൈനാമിക്സ്, അതിനുള്ള കഴിവ് കുറയുന്നു ആർക്ക്, ഈ പിന്നെ ഈ റെഗുലേറ്ററി മെക്കാനിസം വർക്ക് ചെയ്യാതെ വരുമ്പോൾ. അതുപോലെ തന്നെ അതിൽ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് അതോറിറ്റേറിയൻ മനോഭാവങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മറ്റ് ഗ്രൂപ്പുകളിലെ ആൾക്കാരോട്, അന്യജാതികളിലുള്ള, അന്യമതക്കാരോടുള്ള, രാജ്യക്കാരോട് ഇവരോടൊക്കെ അക്രമാത്മകമായ പെരുമാറ്റം. ഇപ്പോൾ ഒരു ആ പേപ്പറിൽ പറയുന്ന ആ കാര്യങ്ങളൊക്കെ എടുത്തു കാണിക്കാൻ പറ്റിയ ഒരാളാണ് ഇയാൾ. എന്താ ഈ ആക്രമണ സ്വഭാവത്തിൻ്റെ കാരണം? അവരുടെ കാഴ്ചയിൽ ഈ നമ്മുടെ ഈ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡ് സദാ ഓണാക്കി നടക്കുന്ന ആൾക്കാരുടെ കാഴ്ചയിൽ ഈ അന്യർ അവർക്കൊരു സുരക്ഷാ ഭീഷണിയാണ്. അവരുടെ ഗ്രൂപ്പിന് മേൽ അധീശത്വം സ്ഥാപിക്കാൻ എത്തുന്ന ശത്രുക്കളാണ്. ഈ അർത്ഥത്തിലാണ് അവരെന്നെ കാണുന്നത്. ഇവിടെ ഒരു വാചകം ഞാനിവിടെ പിന്നെ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. ഡൗൺ റെഗുലേറ്റിംഗ് ദ സിംപതോ എക്സൈറ്റേറ്ററി കാർഡിയോ ആക്സിലറേറ്ററി സബ് കോർട്ടിക്കൽ ത്രെഡ് സർക്യൂട്ട് എന്നുള്ളൊരു വാചകം, അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിസ്റ്റം അഥവാ സിമ്പത്തറ്റിക് സിസ്റ്റം അതിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യാം. അതായത് അതിനൊന്ന് അതിൻ്റെ നോബൊന്ന് തിരിച്ച് താഴ്ത്തോട്ട് വെക്കാം, ഡൗൺ റെഗുലേറ്റ് ചെയ്യാം. പിന്നെ അതിനെ നിയന്ത്രിക്കുന്ന പാരാസിമ്പത്തിക് സിസ്റ്റം. ഈ രണ്ട് വ്യവസ്ഥകളിലേക്കും വരുന്ന മസ്തിഷ്ക ആവേഗങ്ങൾ വരുന്നത്, മസ്തിഷ്ക നിയന്ത്രണം വരുന്നത് രണ്ട് സ്ഥലത്തു നിന്നാണ്. അതാണ് പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സിമ്പതോ എക്സൈറ്റേറ്ററി കാർഡിയോ ആക്സിലറേറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലായിട്ട്. ഇപ്പോൾ സിമ്പതോ എക്സൈറ്റേറ്ററി സിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ എക്സൈറ്റ് ചെയ്യുന്നത്, കാർഡിയോ ആക്സിലറേറ്ററി എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണെന്ന് നമ്മൾ മനസ്സിലായി. സിമ്പതോ എക്സൈറ്റേറ്ററി കാർഡിയോ ആക്സിലറേറ്ററി. സബ് കോർട്ടിക്കൽ എന്നൊരു വാക്കുണ്ട് അവിടെ, അതാണ് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിസ്റ്റത്തിൻ്റെയും പാരാസിമ്പത്തിക് സിസ്റ്റത്തിൻ്റെയും ബ്രെയിൻ കൺട്രോൾ രണ്ട് സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ സിമ്പതോ എക്സൈറ്റേറ്ററി അല്ലെങ്കിൽ ഈ സബ് കോർട്ടിക്കൽ, ഈ ത്രെഡ് സർക്യൂട്ട്സ് മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്ത് കിടക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ സബ് കോർട്ടിക്കൽ എന്ന് പറയുന്നത്. അത് കോർട്ടിക്കൽ അല്ല, അതായത് സെറിബ്രൽ കോർട്ടക്സിലല്ല. സെറിബ്രൽ കോർട്ടക്സ് എന്ന് വെച്ചാൽ പരിണാമത്തിൽ താരതമ്യേന നവീനമായിട്ട് വന്നിട്ടുള്ള നവീന മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗമാണ്. അതിന് താഴെയുള്ള കുറേ കൂടി പ്രാചീനമായ ഭാഗങ്ങളിലെ സബ് കോർട്ടിക്കൽ ഭാഗങ്ങളിലാണ് ഈ ത്രെഡ് സർക്യൂട്ട് നിലനിൽക്കുന്നത്. ചിത്രം നിങ്ങൾക്ക് കാണാം. മാപ്പിംഗ് ഓഫ് ദ ഫ്രോണ്ടൽ വാഗൽ പാത്വേ എന്ന് പറഞ്ഞിട്ട് ഫ്രോണ്ടൽ വാഗൽ പാത്വേ. അതിൻ്റെ പിന്നെ കുറച്ച് സാങ്കേതിക ജടിലമായിട്ടുള്ള ചിത്രമാണ്. അതിൻ്റെ പൂർണ്ണമായ വിശദാംശം നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആ ചിത്രം കുറച്ച് വലുതാക്കി മറ്റേ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സെറിബ്രൽ കോർട്ടക്സിൻ്റെ താഴെ വൃത്താകൃതിയിൽ ഒരു ഇരുണ്ട ഷെയ്ഡിങ് കൊടുത്ത് കാണുന്ന ഏരിയയുടെ നടുവിൽ AMY എന്ന് കാണാം, അമിഗ്ഡല. നമ്മളീ പറയുന്ന സബ് കോർട്ടിക്കൽ ത്രെഡ് സർക്യൂട്ടറിയിലെ പ്രധാനമായ ഭാഗം ഈ അമിഗ്ഡലയാണ്.
അതുപോലെ തന്നെ നമുക്ക് പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ വിവിധ ഭാഗങ്ങളും ആ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ്. എല്ലാം ഈ ലെപ്പാഷിന്റെ ആണ് കേട്ടോ. ലെപ്പാഷ് 2020 ഞാനിവിടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. പരിസ്ഥിതിയിൽ ഭീഷണികളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നോർമലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന് ജോലി ഇതാണ്. പല ജോലികളും ഉണ്ട് കേട്ടോ. ഒരു കാര്യം നമ്മളിപ്പോൾ നോക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. സബ് കോർട്ടിക്കൽ ത്രെഡ് സർക്യൂട്ടിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാനുള്ളതാണ്. അത് പരിസ്ഥിതി ഭീഷണി ഉണ്ടാകുമ്പോൾ, യഥാർത്ഥത്തിൽ ഒരു വൈരി പിന്നാലെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാമ്പ് പിന്നാലെ വരുമ്പോൾ ഈ മന്ദീഭവിക്കൽ പ്രക്രിയ കുറയും, ത്രെഡ് റെസ്പോൺസ് ആക്ടിവേറ്റഡ് ആവും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് സബ് കോർട്ടിക്കൽ ഭാഗങ്ങളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്ന ഈ ഇൻഹിബിറ്ററി സർക്യൂട്ട് ഉണ്ടല്ലോ, അത് വാഗസ് നെർവ് വഴി, അതാണ് ഈ ലെഫ്റ്റ് കാണിച്ചിരുന്നത്, വാഗസ് നെർവ് വഴി ഹൃദയവുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ പഠനത്തിൽ കണ്ടപോലെ സ്വയം നിയന്ത്രണ ശേഷി, അതായത് ഉയർന്ന നിലയിലുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് പ്രവർത്തനമുള്ളവരിൽ തക്കിട്ട എന്നുള്ളതിന് പകരം തക്കിട്ട തോം തക്കിട്ട എന്നൊക്കെ വരാനുള്ള കാരണം ഈ സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം എന്ന് പറയാവുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് വാഗസ് നെർവ് വഴി ഹൃദയവുമായി കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ HRV അറ്റ് റെസ്റ്റ് റിഫ്ലക്സ് ഇൻഹിബിറ്ററി പ്രീഫ്രോണ്ടൽ പ്രോസസ്സസ് എന്നാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ HRV എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ വികസിത മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു സൂചകമാണ്. അവിടെയൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ പരിസ്ഥിതിയിലെ ഭീഷണികളെ നേരിടുന്ന പുരാതനമായ ഈ സബ് കോർട്ടിക്കൽ പരിഭ്രാന്തി സർക്യൂട്ടുകളെ നവീന മസ്തിഷ്കം എത്രത്തോളം നിയന്ത്രിച്ചു നിൽക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി. അപ്പോൾ യാഥാസ്ഥിതിക നിലപാടിലുള്ളവരിൽ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി കുറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടെത്തുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അവരുടെ പുരാതനമായ പരിഭ്രാന്തി സർക്യൂട്ടുകൾക്ക് മേലെ അവരുടെ നവീന മസ്തിഷ്കം കാര്യമായ നിയന്ത്രണം ചെലുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഹൈപ്പോ ആക്റ്റീവ് പ്രീഫ്രോണ്ടൽ റെഗുലേഷൻ, ഹൈപ്പർ ആക്റ്റീവ് സബ് കോർട്ടിക്കൽ സ്ട്രക്ചേഴ്സ്, മാൽ അഡാപ്റ്റീവ് കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ, ഇൻക്രീസ് നെഗറ്റിവിറ്റി ബയാസ്. ഇതിൻ്റെ ഒക്കെ സൂചകമായിട്ട് ഈ കുറഞ്ഞ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റിയെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമാണ് ആ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യം പറഞ്ഞ ഒരു ഉദ്ധരണിയിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോവാണ്. It is now clear that liberals and conservatives differ in terms of uncontrolled physiological response to stimuli, brain function and even static brain anatomy. 3 കാര്യങ്ങളാണ്. 2 കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബ്രെയിൻ അനാട്ടമിയുടെ കാര്യത്തിൽ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും എന്തോളം വ്യത്യാസമുണ്ട്, മസ്തിഷ്ക ഘടനയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓക്സ്ലൈൻ ലെപ്പാഷ് 2 പേപ്പർ പറഞ്ഞിട്ടാണ് ആദ്യത്തെ 2 എണ്ണം പറഞ്ഞത്. ഒരുപാട് പേപ്പർ ഇനി ആ വിഷയത്തിലുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. 3ാമത്തെ വിഷയം സ്റ്റാറ്റിക് ബ്രെയിൻ അനാട്ടമി. ഇതിൽ ലിബറലും കൺസർവേറ്റീവും എങ്ങനെ വേർതിരിക്കുന്നു, വ്യത്യാസപ്പെട്ടു നമുക്ക് നോക്കേണ്ടത്. ഇത് 2011 പ്രസിദ്ധീകരിച്ചിട്ടുള്ള പേപ്പറാണ്. കറന്റ് ബയോളജി എന്നുള്ള ഒരു സാമാന്യം റെപ്യൂട്ടഡ് ആയ ജേണലിലാണ്. അതിൻ്റെ തലക്കെട്ടിതാണ് പൊളിറ്റിക്കൽ ഓറിയന്റേഷൻസ് ആർ കോറിലേറ്റഡ് വിത്ത് ബ്രെയിൻ സ്ട്രക്ചർ ഇൻ യങ് അഡൾട്ട്സ് ആണ്. ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ അഭിപ്രായ ഗതികൾ അവരുടെ മസ്തിഷ്ക ഘടനയുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നതാണ്. അതാണ് തലക്കെട്ട്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിലെ റിയോട്ട കനായ് ആണ് അതിൻ്റെ ഫസ്റ്റ് ഓതർ. അവർ ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ 90 വിദ്യാർത്ഥികളെയാണ് പഠനവിധേയമാക്കുന്നത്. 4 സെൽഫ് ഐഡന്റിഫിക്കേഷൻ, വെരി ലിബറൽ, മിഡിൽ ഓഫ് ദ റോഡ്, കൺസർവേറ്റീവ്, ഇങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ട് സ്വയം ഐഡന്റിഫൈ ചെയ്യാണ് അവർ. അങ്ങനെയാണ് ഇവരെ വേർതിരിച്ചത്. ഇവരെ എന്ത് ചെയ്തു? MRI സ്കാനിങ്ങിന് വിധേയമാക്കി. വിവിധ മസ്തിഷ്ക ഭാഗങ്ങളിൽ എത്രത്തോളം ഗ്രേ മാറ്റർ ഉണ്ട്, എത്രത്തോളം തിക്നെസ് ഉണ്ട്, എത്രത്തോളം വലുപ്പമുണ്ട് എന്ന് അവർ പഠിച്ചു. വളരെ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. ഈ പഠനത്തിൽ ഏതാനും ചില പ്രധാന വാചകങ്ങളും 2 ചിത്രങ്ങളും ഇത്രേ കാണിക്കുന്നുള്ളൂ. ആദ്യത്തെ ഇതാണ്: we found that increased gray matter volume in the anterior cingulate cortex was significantly associated with liberalism. ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് അത് നവീന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇവിടെ കൊടുത്ത MRI പിക്ചറിൽ കുറച്ച് കളറിൽ കൊടുത്തിട്ട് കാണാം. ഇതാണ് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് പറഞ്ഞത്. ഈ നവീന മസ്തിഷ്ക ഭാഗം ലിബറലുകളിൽ കൂടുതൽ വികസിതമായിരിക്കുന്നു എന്നാണ് പഠനത്തിൽ പറയുന്നത്. ഈ ഭാഗത്തിന്റെ നമ്മൾ ആ ഗ്രേ മാറ്റർ വോളിയം Y ആക്സിസിലും അതിന്റെ ലിബറൽ കൺസർവേറ്റീവ് ഡയറക്ഷൻ ആൾക്കാരുടെ അത് X ആക്സിസിലും അടയാളപ്പെടുത്തിയിട്ടുള്ള പ്ലോട്ടാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ അതിൽ നോക്കി നമുക്ക് കാണാം കൂടുതൽ കൺസർവേറ്റീവ് ആവുന്നതിനനുസരിച്ചിട്ട് ഈ ACC ഗ്രേ മാറ്റർ, ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് ഗ്രേ മാറ്റർ വോളിയം കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഗ്രാഫിങ്ങിനെ പോകാം, കുറയുന്നതായിട്ടാണ്. അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു ഫൈൻഡിങ്,
യാഥാസ്ഥിതിക പക്ഷക്കാരുടെ മസ്തിഷ്കത്തിൽ വലതുപക്ഷത്തെ അമിഗ്ഡല കൂടുതൽ വികസിതമായിരിക്കുന്നു. അമിഗ്ഡല നമുക്ക് കാണാം, അതിന്റെ പൊസിഷൻ സബ് കോർട്ടിക്കലാണ്. ആ MRI കളറിൽ കാണാം, അവിടെ അതാണ് അമിഗ്ഡല. ഇതിൽ ഗ്രാഫ് നേരെ തിരിച്ചാ, കൺസർവേറ്റീവ് ആവുന്നതിനനുസരിച്ചിട്ട് അമിഗ്ഡലയുടെ വലുപ്പം കൂടി കൂടി വരിക. ത്രെഡ് സർക്യൂട്ടിലെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ പറഞ്ഞു, സബ് കോർട്ടിക്കൽ സ്ട്രക്ചറാണത്. ഇത് റിയോട്ട കാനായിയുടെ ആ പേപ്പറിലെ ഒരു വലിയൊരു പാരഗ്രാഫ് ഞാനിവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മുഴുവൻ വായിക്കുന്നില്ല, കുറച്ച് ഭാഗം മാത്രം ഒന്ന് പറയാനെ പറ്റിയിട്ട്. ഭയത്തെയും അനിശ്ചിതത്വത്തെയും കൈകാര്യം ചെയ്യാനുള്ള മാനസിക പ്രക്രിയകളുമായി ബന്ധപ്പെട്ടാണ് വ്യക്തികളുടെ രാഷ്ട്രീയ ചായ്വുകൾ രൂപമെടുക്കുന്നതെന്നാണ് പറയുന്നത്. ആ സിദ്ധാന്തത്തെ പിന്തുണക്കുന്നവയാണ് തങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്നാണ് റിയോട്ട കാനായി പറയുന്നത്. ഭയത്തിന്റെ മസ്തിഷ്ക കേന്ദ്രമാണ് അമിഗ്ഡല എന്ന് പറയാം. കൂടുതൽ വലിയ അമിഗ്ഡലയുള്ളവർ കൂടുതൽ ഭയസാധ്യതയുള്ള ആൾക്കാരാണ്, ഭീതിബാധാ സാധ്യതയുള്ള ആൾക്കാരാണ്. സബ് കോർട്ടിക്കൽ ത്രെഡ് സർക്യൂട്ടിന്റെ പ്രവർത്തനം അനിയന്ത്രിതമായിരിക്കുന്നവർ യാഥാസ്ഥിതിക നിലപാടെടുക്കാൻ സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കൂടുതൽ വികസിതമായ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് ഉള്ള വ്യക്തികൾക്ക് അനിശ്ചിതത്വവും സംഘർഷങ്ങളും കുറെ കൂടി സമാധാനമായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഇവയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അനിശ്ചിതത്വമാണെങ്കിലും സംഘർഷങ്ങളാണെങ്കിലും യാഥാസ്ഥിതികരെ അപേക്ഷിച്ചിട്ട് ഇടതുപക്ഷക്കാർക്ക് കുറേ കൂടിയും സഹനീയമാണ്. സാമൂഹ്യ മാറ്റം വേണമെന്ന് പറഞ്ഞാൽ മാറ്റം കുഴപ്പമായി തോന്നില്ല അവർക്ക്. അഭയാർത്ഥികൾ വരുന്നോ, വന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ളു, അങ്ങനത്തെ സംഭവം. അല്ലെങ്കിൽ ഒരു സമൂഹം മാറുന്നു, കുറേ സ്ത്രീകൾ പുറത്തേക്ക് വരുന്നു, വന്നോട്ടെ, അതിന് കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് മാറ്റങ്ങളെയും സമൂഹത്തിലുണ്ടാവുന്ന സംഘർഷങ്ങളൊക്കെ കുറച്ചും കൂടി സമാധാനമായി കൈകാര്യം ചെയ്യാൻ മാത്രം വികസിതമാണ് നിങ്ങളുടെ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാറ്റം ലക്ഷ്യമിടുന്ന ലിബറൽ ഇടതുപക്ഷ രാഷ്ട്രീയം അവർക്ക് കൂടുതൽ സ്വീകാര്യമായിരിക്കും. ഇപ്പം നമ്മൾ ശരിക്കും നേരത്തെ നമ്മൾ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി വെച്ച് നടത്തിയ പഠനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളുമായി കോറിലേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മസ്തിഷ്കത്തിനെ അനാട്ടമി നോക്കുമ്പോഴും കാണുന്നത്. ഇപ്പോൾ ഉദ്ദീപനങ്ങളോടുള്ള അനിയന്ത്രിതമായ ശാരീരിക പ്രതികരണം, മസ്തിഷ്ക പ്രവർത്തനം, മസ്തിഷ്കത്തിന്റെ ഘടന, 3 കാര്യങ്ങളിലും പുരോഗമനവാദികളും യാഥാസ്ഥിതികരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമ്മൾ ഈ ചർച്ച ചെയ്ത 3 പേപ്പറും നമ്മൾ കണ്ട കാര്യം. ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കട്ടെ, മസ്തിഷ്ക ഘടനയെക്കുറിച്ചുള്ള MRI പഠനങ്ങൾക്ക് പല പരിമിതികളുമുണ്ട്. അത് ഇത്തരം പഠനങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് FMRI, ഇത് FMRI അല്ല കേട്ടോ, സാധാരണ MRI ഫങ്ഷണൽ അല്ല, സ്റ്റാറ്റിക് ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പരിമിതികളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. മറ്റ് മേഖലകളിലെ തെളിവുകളുമായി കൂടെ ഇതിലൂടെ പരിഗണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഇത് കുറച്ച് പഴയ പേപ്പറാണ്. അതിനേക്കാളും പല പേപ്പറുകളായിട്ട് നമ്മൾ പരസ്പരം ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇതും കൂടി അതിന് കൂടെ ചേർക്കാം. അങ്ങനെ അത്ര ഒരു വാല്യൂ അതിന് ഞാൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ കറണ്ട് ബയോളജി എന്ന് വെച്ചിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് പേപ്പർ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ജേണലിൽ വന്നതാണ്. 10-13 കൊല്ലമായിട്ടുണ്ട്, ഇതുവരെ റിട്രാക്ട് ചെയ്തിട്ടൊന്നും ഇല്ല. പിന്നെ വലിയ മോശമല്ലാത്ത സൈറ്റേഷനൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രത്യേകം പറയാൻ കാരണം, ഇമേജിങ് പഠനങ്ങളെ അവിശ്വസിക്കാനുള്ള ട്രെൻഡ് പൊതുവെ ഉണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റിയോട്ട കാനായുടെ പേപ്പറിലുള്ള ഒരു ഉദ്ധരണി കൂടി ഞാൻ അവിടെ പറയാണ്. രാഷ്ട്രീയ ഇഷ്ടാനിഷ്ടങ്ങൾ മസ്തിഷ്കത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗവേഷണത്തിന് വ്യക്തമാവുന്ന കാര്യം. മസ്തിഷ്കത്തിന്റെ ഘടന എന്നത് വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളുമായും അയാൾ ആർജിച്ച വൈദഗ്ധ്യങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. സിസ്റ്റമിക് റിലേഷൻഷിപ്പ് വിത്ത് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽസ് ക്യാൻ ചേഞ്ച് ആഫ്റ്റർ എക്സ്റ്റൻസീവ് ട്രെയിനിങ്. മാറാം എന്നുള്ളതാണ്. അപ്പോൾ വിപുലമായ പരിശീലനങ്ങൾ ഇതൊക്കെ മസ്തിഷ്കത്തിന്റെ ഘടനയിൽ വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നേരത്തെയുള്ള ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതൊന്നും സ്റ്റാറ്റിക് നമ്മൾ പറയുമ്പോൾ എല്ലാ കാലവും ഈ വീർത്തിരിക്കുന്ന അമിഗ്ഡല വീർത്തിരിക്കുമെന്നും വികസിതമായ ഈ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് അങ്ങനെ ഇരിക്കുന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ മാറാം. ആ ഒരു സൂചനയും കൂടി റിയോട്ട കാനായുടെ പേപ്പറിലുണ്ട്. ഇവിടെയാണ് ഒരു വിഷയം കൂടി വരുന്നത്. അതും കൂടി പറഞ്ഞ ശേഷം ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിഷയം ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഇൻ പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ് എന്നുള്ളതാണ്. അതായത് ലിബറലുകളും യാഥാസ്ഥിതികരും തമ്മിലുള്ള രാഷ്ട്രീയ നിലപാട് വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ മസ്തിഷ്കത്തിന്റെ ഘടനയും പ്രവർത്തനവും സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടു. അതേസമയം തന്നെ ചില ആശയവ്യവസ്ഥകളെ സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്ന ആ കാര്യം കൊണ്ട് മാത്രം തന്നെ മസ്തിഷ്കത്തിന്റെ ഘടനയും പ്രവർത്തനവും മാറാം. അങ്ങനെയുണ്ട്, തിരിച്ചു സംഭവിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, റിയോട്ട പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജഗ്ലിംഗ്, ഒത്തിരി പഠനങ്ങളുണ്ട്. ജഗ്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഒരു പുതിയ സ്കില്ലാണ്, അത് അക്വയർ ചെയ്യുന്നു.
അല്ലെങ്കിൽ ധ്യാനം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മസ്തിഷ്കത്തിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. നല്ലതിനായ ചിത്തൊക്കെ എന്നുള്ള വേറെ വിഷയം. പുതിയൊരു ഭാഷ പഠിക്കുന്നു, ഇതൊക്കെ മസ്തിഷ്കത്തിൽ സ്ട്രക്ചറൽ വ്യത്യാസം ഉണ്ടാക്കുന്ന പഠനങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ മസ്തിഷ്ക ഘടനയെ മാറ്റി തീർക്കുന്നു എന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്താ പറയുക, വലതുപക്ഷ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ പടപ്പുകൾ, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, പരഗോത്ര വിദ്വേഷം, പരഗോത്ര ഭീതി, ഇതൊക്കെ ഇങ്ങനെ കാലാകാലം കേട്ടുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുടെ ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അമിഗ്ദല വലുതാവാനുള്ള ചാൻസ് ഉണ്ട്, വികസിച്ചു വരാം. അതുപോലെ തന്നെ സമത്വവും സാഹോദര്യവും ശാസ്ത്രീയ മനോവൃത്തിയും ജനാധിപത്യ ബോധവും ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ സന്ദർഭവശാൽ എക്സ്പോസ്ഡ് ആവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആൻറ്റീരിയർ സിംഗുലർ കോർട്ടെക്സ് കൂടുതൽ വികസിച്ചൊന്നും വരാം. അപ്പോൾ ആശയം മസ്തിഷ്കത്തെ രൂപപ്പെടുത്തുന്നു. കല്ല് വെള്ളമായി അലിഞ്ഞോ, വെള്ളം കല്ലിൻ്റെ വേഷം കെട്ടിയോ, കുറ്റമാണെങ്കിൽ അങ്ങനെയല്ലേ. നിനക്കിങ്ങനെ ചോദിക്കാം, കുറ്റമില്ലാത്തവർ ആരുണ്ട്? പഴയൊരു സിനിമയിലുള്ളതാ, അരവിന്ദന്റെ പഴയൊരു സിനിമയിലുള്ള നമ്മുടെ എസ്തപ്പാനുള്ള കല്ല് വെള്ളമായി അലിഞ്ഞോ, വെള്ളം കല്ലിൻ്റെ വേഷം കെട്ടിയോ, കുറ്റമാണെങ്കിൽ നിനക്കിങ്ങനെ ചോദിക്കാം, കുറ്റമില്ലാത്തവർ ആരുണ്ട്? അതേപോലെ പിന്നെ മുട്ട ആദ്യമുണ്ടായോ, കോഴി പിന്നെ ആദ്യമുണ്ടായോ എന്ന ചോദ്യം അതുപോലെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ അപ്പോൾ തിരിച്ചെത്തുന്നത്. ഇപ്പോൾ ഏതാണ് ആദ്യം ഉണ്ടാവുന്നത് എന്നുള്ളത്. ആശയം മസ്തിഷ്കത്തിൽ രൂപപ്പെടുന്നുവോ, മസ്തിഷ്ക ഘടനക്കനുസരിച്ച് ആളുകൾ ആശയങ്ങളെ തിരഞ്ഞെടുക്കുന്നുവോ, കോഴിയോ മുട്ടയോ ആദ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ശാരീരിക വ്യതിയാനങ്ങൾ, ഡിഫറൻസസ് ഇൻ ടേംസ് ഓഫ് അൺകൺട്രോൾ ഫിസിയോളജിക്കൽ റെസ്പോൺസ് സ്റ്റിമുലൈ, ബ്രെയിൻ ഫംഗ്ഷൻ, ബ്രെയിൻ അനാട്ടമി, ഇതൊക്കെ കല്ലിൽ കുത്തിയതുപോലെ മാറാത്തതാണോ? ആൾക്കാരുടെ സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണങ്ങൾ അവരുടെ ജനിതക ഘടനയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അത് ഹാർഡ് വയേർഡാണ്, മാറ്റുക വളരെ ദുഷ്കരമാണ് എന്നൊരു വാദമുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ജനറ്റിക്കലി ഹെറിറ്റബിൾ, സ്റ്റേബിൾ, ഓവർ ടൈം, ഡിഫിക്കൽട്ട് ടു ചേഞ്ച്, അത് പറഞ്ഞ ഓതേഴ്സിൻ്റെ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാർഡ് വയേർഡ് ആണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ജോസ്റ്റ്, ഞാൻ പ്രൈമറി റെഫറൻസ് ആയിട്ട് കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചൊരു പുസ്തകമാണ് ഇത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ ഡിസ്റ്റിങ്ഷൻ, ജോൺ ടി ജോസ്റ്റിൻ്റെ. അപ്പോൾ ജോസ്റ്റ് വളരെ വ്യത്യസ്തമായൊരു വീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. മസ്തിഷ്ക ഘടനയും പ്രവർത്തനവും ദീർഘകാലമായി മനുഷ്യരിടപെടുന്ന സാമൂഹ്യ പ്രക്രിയകളുമായി ദൃഢമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. യോക്ഡ് ടു സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സസ് എന്നാണ്. അപ്പോൾ മസ്തിഷ്ക ഘടനയും പ്രവർത്തനവും സാമൂഹ്യ രാഷ്ട്രീയ ആശയങ്ങളെ രൂപപ്പെടുന്നു മാത്രമല്ല, നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ആശയങ്ങൾ നമ്മുടെ മസ്തിഷ്ക ഘടനയെയും പ്രവർത്തനത്തെയും രൂപപ്പെടുത്തുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കണക്ഷൻസ് ബിറ്റ്വീൻ സൈക്കോളജിക്കൽ ഫംഗ്ഷനിങ് ആൻഡ് പൊളിറ്റിക്കൽ ഔട്ട്കംസ് ആർ ട്രീറ്റഡ് ആസ് ബൈ ഡയറക്ഷണൽ റാദർ ദാൻ യൂണി ഡയറക്ഷണൽ. ഏക മാർഗത്തിലല്ല, ബൈ ഡയറക്ഷനിലാണെന്നാണ്. ഏകദിശയിലാണ് ഈ ബന്ധം എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഈ രാഷ്ട്രീയ നിലപാടുകളും മസ്തിഷ്ക ഘടനയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഇതങ്ങനെ കല്ലിൽ കൊത്തിയ പോലെയാണ് എന്ന് വിചാരിക്കരുത്. കാരണം അത് യൂണി ഡയറക്ഷനാണ് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഒരു മാറ്റവും വരില്ല, കല്ലിൽ കൊത്തിയ പോലെയാണ്. അപ്പോൾ ലിബറലാണോ കൺസർവേറ്റീവ് ആണോ എന്ന കാര്യം ജനിതകമാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചു പോകുന്നതാണ്. പക്ഷേ ശരിക്കും ഈ കണക്ഷൻസ് ആർ ആക്ച്വലി ബൈ ഡയറക്ഷണൽ റാദർ ദാൻ യൂണി ഡയറക്ഷണൽ. അപ്പോൾ എലക്റ്റീവ് അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രൂപകത്തെ കുറിച്ചിട്ട് ഈ പ്രസംഗത്തിൽ ഒന്നാം ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ആശയങ്ങൾ ഒരു ഭാഗത്തും വ്യക്തിയുടെ മാനസിക ചോദനകൾ, താല്പര്യങ്ങൾ, ആവശ്യങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്തും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു സവിശേഷമായ ആകർഷണത്തെയാണ് നമ്മൾ എലക്റ്റീവ് അഫിനിറ്റി എന്നുള്ളൊരു രൂപകത്തും കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആശയങ്ങൾ എത്ര തന്നെ നമ്മൾ വ്യക്തമായി വിശദീകരിച്ചാലും ആൾക്കാർ അതങ്ങോട്ട് സ്വീകരിക്കുന്നില്ല, പിന്നെയും പഴയ നിലപാടിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന ഒരു അനുഭവം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട്. ഇത് കാരണം ഈ ഒരു എലക്റ്റീവ് അഫിനിറ്റിയുടെ പ്രശ്നമാണ്. മാനസിക, അതായത് മസ്തിഷ്ക ഘടനക്കനുസരിച്ചിട്ടാണ് അവർ, അതിന് അനുഗുണമായ ആശയങ്ങളാണ് അവർ എളുപ്പം സ്വീകരിക്കുക. വ്യക്തികൾ, അതാണ് ഹിന്ദുക്കളുടെ താലി പറിച്ച് സ്ത്രീകൾക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്നു. മറ്റേ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഏക്കാത്തതുണ്ട്. വ്യക്തികൾ ആശയങ്ങളെ സ്വീകരിക്കുന്നു എന്നതുപോലെ തന്നെ ആശയങ്ങൾ അനുയോജ്യമായ മനസ്സുകളെ തിരഞ്ഞെടുക്കുന്നു എന്നും കൂടി നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. ഈ വൈകാരിക ഘടനകൾ രാഷ്ട്രീയ നിലപാടുകളെ രൂപപ്പെടുത്തുന്നത് പോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകൾ വൈകാരിക ഘടനയെയും മാറ്റി തീർക്കുന്നു എന്ന് പറയാം എന്ന് പറയുന്നുണ്ട്. ജോസ്റ്റ് പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ് വുഡ് ഷിഫ്റ്റ് എ പേഴ്സൺസ് ജനറൽ ഇമോഷണൽ ഡിസ്പോസിഷൻസ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൈരപ്പള്ളി പറഞ്ഞില്ലേ, ഏതോ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മുമ്പു നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടു, വൻപകയോടെ ചേരിമാറിയോ പോയി പോകുന്ന. വൻപകയോടെ ചേരിമാറിപ്പോവുക എന്നുള്ളതുണ്ട്. അത് നമ്മുടെ ഒക്കെ അനുഭവമാണ് കേട്ടോ. അത് ആ ചേരിമാറിനോട് കൂടിയിട്ട് വൻപക നമ്മൾ പ്രതീക്ഷിക്ക പോലില്ല. പിന്നെ ഏറ്റവും ബ്രൂട്ടേ ചോദിക്കുന്ന പോലെ
നീയും എന്നെക്കുറിച്ച് ഇത് പറയുന്നത് പോലെ സംഭവം ഉണ്ടല്ലോ. ഇതൊക്കെ സംഭവിക്കും. വൻപകയോടെ ചേരി മാറുക എന്നുള്ളത്. ഇത് ഏതളവ് വരെ വരുന്ന വെച്ചാൽ ഈ ചേരി മാറുമ്പോൾ സ്നേഹിക്കാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടുന്ന പോലെ ചേരി മാറ്റങ്ങൾ. ഇത് ഞാൻ ഒരു സിനിമയുടെ ഒരു സാധനമാണ് ഇവിടെ ഒരു ഉപമ ഒരു പോയിന്ററായിട്ട് എടുക്കുന്നത്. സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ 1965 ഒരു ഹോളിവുഡ് പടമുണ്ട്. അതിൽ റോൾഫ് ഗ്രോബർ എന്നൊരു കഥാപാത്രമുണ്ട്. 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ ലീസൽ എന്ന് പറഞ്ഞ കഥാപാത്രം 17കാരിയുടെ കാമുകനാണ്. പാട്ട് പാടുന്ന സുന്ദരനാണ്. ഇയാള് അതാണ് ആ ഫേമസ് പാട്ടാണ് യു ആർ 16 ഗോയിങ് ഓൺ 17 പറഞ്ഞിട്ട് ഇതില്ലേ ആ പാട്ട്. അതൊക്കെ ഈ ഗ്രോബർ ആണ് അതിൻ്റെ നായകൻ. അവർ രണ്ടുപേരും. ഇയാൾ പാർട്ടിയിൽ ചേരുന്നതോടെ ഇയാളുടെ ആ താരളത്വം, സ്നേഹം, പ്രേമൊക്കെ പോയി. ഇതാണ് ആ സീന്. യു നീഡ് സം വൺ ഓൾഡർ ആൻഡ് വൈസർ ടെല്ലിങ് യു വാട്ട് ടു ഡു എന്നുള്ള. അവിടെ എത്തിയപ്പോഴും ഇയാൾ കംപ്ലീറ്റ് മാറി. ഏതാനും ആ നാസി പാർട്ടിയിൽ ചേരുന്നതോടുകൂടി ഇയാളുടെ സ്വഭാവം മാറി. എനിക്കിതിനൊന്നും നേരില്ല, എനിക്ക് പ്രേമിക്കാൻ നേരമില്ല, എനിക്ക് ഗൗരവമായ പല കാര്യങ്ങൾ ചെയ്യേണ്ടത്, നിന്റെ അച്ഛനും അതാണ് ചെയ്യേണ്ടത്, നാസി പാർട്ടി ചേരണം എന്നൊക്കെ ഈ ആമുഖയോട് പറയുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇതാണ് ഈ എന്താ പറയുക, നേരത്തെ ഇയാൾ പറഞ്ഞത് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ് വുഡ് ഷിഫ്റ്റ് എ പേഴ്സൺസ് ജനറൽ ഇമോഷണൽ ഡിസ്പോസിഷൻസ്. അങ്ങനെ മാറാം, മനുഷ്യർ മാറാം. ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒളിച്ചിരിക്കുന്ന തൻ്റെ കാമുകിയെയും അവരുടെ കുടുംബത്തെയും നാസിപ്പട്ടളെ കൊണ്ട് പിടിപ്പിക്കാൻ വരുന്നുണ്ട് ഇയാൾ. അതാണ്, അങ്ങനെയൊക്കെ മാറും ആൾക്കാർ. അപ്പോൾ സ്ഥിരമായി പരിചയപ്പെടുന്ന ആശയങ്ങൾ തന്നെ മനുഷ്യരുടെ സൈക്കോളജിയെ മാത്രമല്ല ഫിസിയോളജിയെ തന്നെയും സ്വാധീനിക്കാം. മാറി വരുന്ന മനോനിലയും ഈ ആശയങ്ങളുമായിട്ട് എലക്റ്റീവ് അഫിനിറ്റി ഉണ്ടാവുകയും ആൾക്കാർ ഈ ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് സംഭവിക്കാം. അപ്പോൾ സാമൂഹ്യ നീതിക്കും ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാമൂഹ്യ നീതിക്കും മനുഷ്യ സമത്വത്തിനും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മളൊക്കെ. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾ മാനിക്കുന്നവരാണ്. ആ ഭരണഘടനയ്ക്ക് യഥാർത്ഥത്തിൽ അർഹതയുള്ള ഒരു ജനാധിപത്യ സമൂഹമായി നമ്മൾ മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അങ്ങനത്തെ ആൾക്കാരാണ്. ഈ സബ് കോർട്ടിക്കൽ സർക്യൂട്ടുകളിൽ അപരവിദ്വേഷവും പരഗോത്ര ഭീതിയും പ്രോസസ്സ് ചെയ്യുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റത്തിനെ സദാ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന കോടിക്കണക്കായ വലതുപക്ഷ മസ്തിഷ്കങ്ങളെ നവീന മസ്തിഷ്ക പ്രവർത്തനത്താൽ സ്വയം നിയന്ത്രിക്കുകയും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റത്തെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇടതുപക്ഷ മസ്തിഷ്കങ്ങളാക്കുന്നത് എങ്ങനെ? ഇതാണ് നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ പ്രശ്നം. കാരണം നമ്മൾ മസ്തിഷ്കങ്ങളെയാണ് ഡീൽ ചെയ്യുന്നത്, വേറൊരു സാധനമില്ല. യുവർ ബ്രെയിൻ, അതിലപ്പുറമൊന്നുമില്ല. അപ്പോൾ ഈ വലതുപക്ഷ മസ്തിഷ്കങ്ങളെ എങ്ങനെ ഇടതുപക്ഷ മസ്തിഷ്കങ്ങളാക്കാം എന്നാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ശരിക്കും പറഞ്ഞാൽ. അതിനിപ്പോൾ പരമാവധി ആൾക്കാർക്ക് ഈ ഇടതുപക്ഷ ആശയങ്ങൾ, സമത്വത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയങ്ങൾ എത്തിച്ചു കൊടുക്കുക, മനസ്സുമെടുക്കാതെ സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതല്ലാതെ വേറൊരു വഴിയും എനിക്കല്ല അറിയില്ല. 100 കൊല്ലത്തെ നിരന്തരമായ നിസ്വാർത്ഥമായ ഏകാഗ്രമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ വലതുപക്ഷം അധികാരത്തിലിരിക്കുന്നത്. 100 കൊല്ലമായിട്ട് എല്ലാ പ്രതിബന്ധങ്ങളും നേരിട്ടുകൊണ്ട്, എത്രയെല്ലാം പ്രതിബന്ധം നേരിട്ടുകൊണ്ടാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. 100 കൊല്ലം വർക്ക് ചെയ്തിട്ടാണ് അവർ അധികാരത്തിലിരിക്കുന്നത്, വലതുപക്ഷം ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. അതിനേക്കാൾ ദുർഘടമാണ് നമ്മുടെ പാത. കാരണം വെച്ചാൽ വലതുപക്ഷമായിരിക്കാനുള്ള വളരെ എളുപ്പമാണ്. വിദ്വേഷത്തിൻ്റെയും ഭീതിയുടെയും ഉച്ചനീചത്വത്തിൻ്റെയും ആശയങ്ങൾ, വലതുപക്ഷ ആശയങ്ങൾ മനുഷ്യർക്കിടയിൽ പരത്താൻ വളരെ എളുപ്പമാണ്. സഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ വിഷമകരമായ ആ ജോലി ചെയ്യാൻ നമുക്കാവുന്നതിനെ ശ്രമിക്കുക എന്നതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും നേരം ക്ഷമാപൂർവ്വം ശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.